ദൈവിക മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഈ സമയത്ത് ഒരുക്കത്തോടു കൂടി ഇരുന്ന് കേൾക്കുക. All those who want to step into God's glory, please prepare your hearts and listen to this message. Praise God. Hallelujah. Hallelujah. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദിവസമാകയാൽ തന്നെ ഇന്ന് അത്ഭുതത്തിന്റെ സന്ദേശം കേൾക്കുവാൻ കർത്താവ് ഇടയാക്കും. Praise God. Today is a day blessed of the Lord, so we will be able to hear a wonderful message from the Lord. Hallelujah. Hallelujah. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ? How many of you believe that? ആമേൻ. നിങ്ങൾ എല്ലാവരും വന്നു ചേർന്നതിലുള്ള സന്തോഷം ഞാനും കർത്താവിനോട് പങ്കുവെച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. I'm so glad that you all have come this morning here. വരാത്തവർക്ക് ഇന്നത്തെ വരാത്തത് വലിയ നഷ്ടമായിട്ട് തീരും. Those who haven't come today, it's going to be a big loss for them. Hallelujah. Hallelujah. Praise the Lord. ഒന്ന് സ്തുതിച്ച് അല്പനേരം. Praise God for some time wherever you are seated. Because നമ്മൾ ഇന്ന് ചുവട് വെച്ച് കയറാൻ പോകുന്നത് തന്നെ മഹത്വത്തിലേക്കാണ്. Because today we are going to step into His glory. Hallelujah. Hallelujah. So ഇന്നത്തെ മെസ്സേജിന്റെ ക്യാപ്ഷൻ തന്നെ എങ്ങനെ stepping into His glory. Step into His glory. So the title for today's message is Step into His glory. മഹത്വത്തിലേക്ക് പ്രവേശിക്കുക. Step into His glory. Hallelujah. Hallelujah. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. This is what the Lord desires of us. നമ്മൾ മഹത്വമുള്ളവരായിട്ടിരിക്കണം. That we would be glorious. അതിനാവശ്യമായിരിക്കുന്നതെല്ലാം കർത്താവ് ഉയർത്തി ചെയ്തിട്ടുണ്ട്. And for that He has done everything required. Praise the Lord. Hallelujah. Hallelujah. ഈ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നതാണ് സഭ എന്ന് പറയുന്നത്. Church is to be controlled and led by the Holy Spirit. അതിന്റെ ഏറ്റവും വലിയ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഐക്യതയാണ്. പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന് നമ്മളെ വെളിപ്പെടുത്തുന്നു. Unity is the biggest sign that the Holy Spirit is leading the church. ഒരുവന് മറ്റൊരുവനോട് കാര്യമുണ്ട്. One is bothered about the other. അത് ചുമ്മാ സിനിമാ കഥ പറയാനുള്ളതല്ല, മറിച്ച് പ്രബോധനങ്ങൾക്ക് വേണ്ടിയുള്ളത്. That is for exhortation. ആമേൻ. അങ്ങനെ എക്സോർട്ട് ചെയ്യുന്ന സഭകൾ ആരോഗ്യമുള്ള സഭകളാണ്. Such churches which exhort one another is a healthy church. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ അതിനു വേണ്ടി ആഗ്രഹിക്കുക. Today let us desire that. എനിക്ക് അങ്ങനെ ചില ഉപദേശങ്ങൾ ആവശ്യമായിരിക്കും. I need such instructions. ഹല്ലേലൂയ. അതിന് ആധാരമായിട്ട് നമുക്ക് 2 കൊരിന്ത്യർ 3-ാം വാക്യം വായിച്ച് പ്രവേശിക്കാം. Let's begin by reading 2 Corinthians 3:18. ഇപ്രകാരത്തിലാണത്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. All of us reflect the glory of the Lord. എല്ലാവരുടെയും മേലും ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. The glory of the Lord is upon everyone. That should be reflected. അതെല്ലാവരിൽ നിന്ന് വെളിയിലോട്ട് വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. The Lord desires that it should reflect through us. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ചില മൂടുപടങ്ങൾ കിടക്കുന്നതുകൊണ്ട് ഇപ്പോഴും ഈ മഹത്വം കാണാത്തത്. Because there is a veil, the glory is not yet reflected. മൂടുപടങ്ങൾ കിടക്കുകയാണ്. എന്തോ മൂടുപടങ്ങൾ? സെൽഫ് എന്ന് പറയുന്ന മൂടുപടം. Which is the veil? And the veil is the self. ചിലർക്ക് ഈ സെൽഫിനെക്കാളും ഭയങ്കരമായ അവരുടെ പൊസിഷൻസ്, അവരുടെ ഏജ്, ഇതൊക്കെ ഭയങ്കര മൂടുപടങ്ങളാണ്. എന്നോട് ആരാ അങ്ങനെ ചോദിക്കാൻ? For some it is their age, it is their position. These things are all veils. ചിലർക്ക് ചോദിക്കുന്ന പറയുന്നത് ഇഷ്ടമല്ല. ചോദിക്കട്ടാന്ന് പറയുന്നത്. ചോദിക്കേണ്ട കാര്യമില്ല. എന്തിനാ ചോദിക്കുക? ഞങ്ങൾക്ക് പ്രായമുണ്ടല്ലോ. Some people don't like to be questioned. അപ്പൊ അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മഹത്വം വെളിപ്പെട്ടു വരത്തില്ല. So the glory is not revealed. You lack corrections. ചില സമയത്ത് എന്ത് ചെയ്യും? തിരുത്തപ്പെടേണ്ട സമയമായിരുന്നു. തിരുത്തപ്പെടാത്തത് കൊണ്ട് തന്നെ ഈ മഹത്വം വെളിപ്പെട്ടു വരത്തില്ല. Because you are not allowing yourself to be corrected, the glory is ഇന്ന് not രാവിലെ reflected through വിശ്വസിക്കുന്നുണ്ട്. you. പറയണം, എനിക്ക് അടുത്ത തലത്തിലേക്ക് കയറാനാണ് ഈ മഹത്വം വന്നിരിക്കുന്നത്. Believe today morning that this glory has come so that I can step into the next വായിച്ച level. ഭാഗത്ത് നമ്മൾ കണ്ടത് തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുക, ഗ്ലോറി അപ്പോൺ ഗ്ലോറിയാണ്. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് യാത്ര ചെയ്യാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് We ആഗ്രഹിക്കുന്നത്. must go from glory to glory, and this is what the Lord desires of us. ഇത് ഈ പഴയ നിയമത്തിനകത്ത് മഹത്വം വന്നേച്ചൊക്കെ പോവായിരുന്നു, നിലനിൽക്കത്തരുന്നു. ഇവിടെ അങ്ങനെയല്ല, മഹത്വം നിലനിൽക്കുന്ന മഹത്വമാണ്. In the Old Testament, the glory would come upon someone and it would go, but that is not the case today. We have a glory that stays. നിലനിൽക്കുന്ന മഹത്വത്തിനകത്താണ് നമ്മളെ ഇരുത്തിയിരിക്കുന്നത്. We are seated in a glory that is forever. ആമേൻ. നിങ്ങൾ അതിനകത്ത് ഒരു വ്യക്തിയാണ്. If you are one of them, just lift up your voice and say that I want to get it. ഇന്ന് എനിക്കത് കിട്ടേണ്ട ദിവസമാണ്.
Lift up your voice and say that I need this അത് glory this നിങ്ങൾ morning. വിശ്വസിക്കുന്നുണ്ട് ഇന്ന് പകൽ അത് പിടിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം. If you- ദൈവത്തിന്റെ മഹത്വം എന്റെ അകത്തിരിക്കുന്നത് എനിക്ക് കണ്ടേ കഴിയത്തുള്ളൂ. I need to see the glory of God in me this morning. നിങ്ങൾ വിചാരിക്കുന്ന ഒത്തിരി പേര് വിചാരിക്കുന്ന ഈ കൊച്ചു പിള്ളേർ പറയുന്നല്ലോ ദൈവം എങ്ങാണ്ടിരിക്കുന്നു ഞാൻ എങ്ങാണ്ടിരിക്കുന്നു പിന്നെ എന്തോ ഗ്ലോറി അല്ല. ഗ്ലോറിയുടെ ഒരു തലമുണ്ട്, മഹത്വത്തിന് ഒരു തലമുണ്ട്. Glory has a particular level and you might think God is somewhere and I'm somewhere. അറിവില്ലാത്തവരുടെ സംസാരം ദൈവം സ്വർഗത്തിലിരിക്കുന്നു, ദൈവം നിന്റെ അകത്തായിരിക്കുന്നു. It is because of ignorance people say that God is high above, God is inside പഴയ you. നിയമ കഥ വെച്ചിട്ട് നീ ദൈവത്തെ ദൈവമായി കാണുന്നത് കൊണ്ട് ഇന്ന് അവൻ ദൈവമല്ല, ഇന്ന് അവൻ നിന്റെ അപ്പനാ. Because of the Old Testament we see God is a distant person. Today he is not a അതുകൊണ്ട് distant person, he 2000 is your വർഷങ്ങൾക്ക് father. മുമ്പില് ആമേൻ ഈ യഹൂദന്മാർ ഉണ്ടാക്കി വെച്ച പള്ളി ഇടിച്ച് പൊളിച്ച് ദൂരെ കളഞ്ഞിട്ട് അവന്റെ മഹത്വം വെളിപ്പെടാൻ എന്നെ നിന്നെ അവന്റെ ആലയങ്ങളാക്കി മാറ്റി. That is why the temple built by the Jews, a demolition, God made each of us the temple. വിശ്വസിക്കുന്നുണ്ട്, നീ വിശ്വസിച്ച് പറ ആ മഹത്വം എന്റെ അകത്തായിരിക്കുന്നു. That glory is in me. ആമേൻ. അവിടെ ഇവിടെ ഇരിക്കാനുള്ളതല്ല, ഞങ്ങൾ ഒരുമിച്ച് വസിക്കാനുള്ളതാണെന്ന് യേശു കർത്താവ് പറഞ്ഞത്. Jesus says that we have to dwell together. യേശു യോഹന്നാൻ 17 പറയുന്നത് അപ്പാ നമ്മൾ ഒന്നിച്ചിരിക്കുന്ന പോലെ ഇവരും നമ്മളോടൊപ്പം ഒന്നിച്ചിരിക്കണം. ഞാൻ അതുകൊണ്ട് 17:22 പറഞ്ഞു നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുക്കുന്നു. Jesus says in John 17 that as we are one with the Father, let them also be one with us, and so I give them my glory in John 17:22. ഇതൊന്നും കാണാത്ത പൗലോസ്ലീഹ പറയുകയാണ് നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ അകത്തിരിക്കുന്നു. Even Paul says the hope of our glory, Christ is in us. കാണാത്തവൻ ഇതൊന്നും കേട്ടിട്ടില്ല, യേശു പറഞ്ഞു അവൻ അറിയത്തില്ല, പക്ഷെ അവന്റെ അകത്ത് ഈ മഹത്വത്തെ കാണാനിടയായി. He didn't know what Jesus spoke about, but he could see this glory in him. Normally people ask me, what is glory? എന്താണ് മഹത്വം എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്തോ ഈ മഹത്വം? നിങ്ങളൊക്കെ ഈ പറയുന്ന മഹത്വം പെന്തക്കോസ്തുകാരുടെയാണോ ഈ മഹത്വം? പെന്തക്കോസ്തുകാർക്ക് വേണ്ടി ഒന്നും ഒരു മഹത്വം കൊടുത്തിട്ടില്ല. ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് നൽകി കൊടുത്തിരിക്കുന്നതാണ് ഈ മഹത്വം. People ask me what is glory. It is not something just for the Pentecostals. It is for all those who love him. What is glory means? Glory എന്ന് പറഞ്ഞാൽ എന്താണ്? Everything that he is and everything that he has. അവൻ എന്തോ ആയിരിക്കുന്നു, അവൻ എന്തൊക്കെയുണ്ടോ അതാണ് ഈ മഹത്വം എന്ന് പറയുന്നത്. Everything he has and everything he is his glory. മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പൂർണ്ണമായി എങ്ങനെയാണോ അത് മൊത്തമാണ് ഈ മഹത്വം എന്ന് പറയുന്നത്. Who God is in totality is his glory. ആ മഹത്വം ഇന്ന് എവിടെയായിരിക്കും ചോദിച്ചാൽ ഈ എന്താ പറഞ്ഞ മണ്ണ് കൊണ്ട് നിർമ്മിതമായതെന്ന് പറയുന്നത് മനുഷ്യൻ ദൈവം മണ്ണ് കുഴച്ചുണ്ടാക്കി എന്ന് പറയുന്ന ഈ ഭൗമിക ശരീരത്തിനകത്തേക്ക് ഇത്ര അത്യന്ത ശക്തിയെ അവൻ വെച്ചു തന്നു. And this glory is in earthen vessels like us. ഡുനാമിസ് എന്ന വാക്ക് ഡൈനാമിറ്റിന്റെ പവറാണ് ഈ മഹത്വത്തിനുള്ളത്. ആത്മശക്തി എന്നൊക്കെ പറഞ്ഞാൽ ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടേണ്ടി ആ ശക്തിയെ നീ തകർന്നു പോകാത്ത വിധത്തിൽ നിന്റെ അകത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ്. And this power is like that of a dynamite. It is so powerful and this is in us. Hallelujah. Hallelujah. ഈ മഹത്വത്തിന് മറ്റൊരു വാക്കുണ്ട്. മഹത്വത്തിന്റെ മറ്റൊരു വാക്കാണ് ഷെക്കേന എന്ന് പറയും. ഷെക്കേന. Another word for glory is Shekinah. അതിന്റെ അർത്ഥം dwelling of God. ദൈവത്തിന്റെ വാസം എന്നതിന്റെ അർത്ഥം. It means dwelling of God. പഴയ നിയമത്തിനകത്ത് നമ്മൾ നോക്കിയേ ക്ലൗഡില് മേഘത്തിൽ ദൈവം സാന്നിധ്യം ഇറങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. In the Old Testament we see the glory of God in a cloud. മാത്രമല്ല ഈ മേഘത്തിൽ തീ ഇറങ്ങുന്നത് കാണുന്നുണ്ട്. We also see a fire coming through the clouds. നമ്മൾ പഴയ നിയമം വായിക്കും, പഴയ നിയമ സഭയുടെ മേൽ ഈ മഹത്വം ഇറങ്ങി നിൽക്കുന്നത് കാണാം. We also see this glory descending upon the Old Testament church. മരുഭൂമിയിലെ സഭയുടെ മേൽ ഈ മഹത്വം ഇറങ്ങി നിൽക്കുന്നത് കാണാം. We see the people in the wilderness seeing this glory. അർത്ഥമാക്കുന്നു ദൈവം ആളത്വപരമായി അവരുടെ മേൽ ഇറങ്ങി വന്നു. Which means God in person came down to them. ഇന്ന് നീ വിശ്വസിക്കണം, ഇന്ന് 2-3 പേര് കൂടിയാൽ അവന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ അവൻ കൊതിക്കുകയാണ്. God wants to reveal his glory when 2 or 3 gather in his name. Even today. ആ മഹത്വത്തിനകത്താണ് നിന്റെ വിടുതലിരിക്കുന്നത്. And your deliverance is in his glory. ഇന്ന് അത് മനസ്സിലാക്കുന്ന ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ വന്നതുപോലെ പോകത്തില്ല. നീ വിടുവിക്കപ്പെട്ട് സൗഖ്യമായി നീ നിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരകനായി കണ്ടുകൊണ്ട് പോകും. If you believe that, you will not go back the same. You will see the one who can give an answer to your problems. ഒരു ലെവൽ ഓഫ് ഗ്രേസിൽ നിന്ന് ഒരു നിശ്ചിതമായി
അവൻ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന കൃപയിൽ നിന്ന് അടുത്ത കൃപയുടെ തലത്തിലോട്ട് നീ കയറണം. You must step into another level of grace than what you have thought in your mind. അനുഗ്രഹത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് നീ കയറണം. You must step into another level of blessing. ഈ ശീലിക്കുന്ന പലതുമുണ്ട്. സഭയ്ക്കകത്തൊക്കെ വന്ന് ശീലിച്ചിരിക്കുന്ന ചില സാധനങ്ങളുണ്ട്. There are things that you got used to in church. അനുഗ്രഹം ഇത്രയേ ഉള്ളെന്ന് വിചാരിക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം. There are so many people who limit their blessings. നീ കാണാത്ത ഒരു തലത്തിലേക്ക് ഈ അനുഗ്രഹം നിന്നെ കൊണ്ടുപോകും. This blessing will take you to another level that you've not imagined നീ before. ഇതുവരെ കാണാത്ത ഒരു തലത്തിലേക്ക് ഈ കൃപ നിന്നെ കൊണ്ടുപോകും. This grace will take you to another level you've not imagined before. വേദോസം 2000 പ്രാവശ്യം വായിച്ചാലും നിനക്ക് മനസ്സിലാകാത്തത് ഈ മഹത്വം വെളിപ്പെടുമ്പോൾ നിന്റെ കണ്ണിനകത്തേക്ക് വെളിപ്പാടായിട്ട് വരും. Whatever you have so far not understood reading the Bible will be revealed to you in this glory. ഇപ്പം തന്നെ വിശ്വസിച്ചോ, ഇപ്പം തന്നെ നിന്റെ കണ്ണിനകത്ത് മഹത്വം വെളിപ്പെടും. Even now this glory will be revealed in your eyes. എന്താണ് ഈ ഗ്ലോറി എന്ന് പറയുന്നത്? കൃപ എന്ന് പറയുന്നത് എന്തുവാ? The evidence that God exists. ദൈവം ഉണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ് ഈ മഹത്വം. Glory is the evidence that God exists. അത് വേദപുസ്തകം വായിച്ച് വീട്ടിൽ ഇരിക്കുന്നവനല്ല, നീ വായിച്ചു മനസ്സിലാക്കിയതിനകത്തൂടെ നിന്നിൽ കൂടി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുവാണ് ഈ മഹത്വത്തെ. God wants to reveal it through you. നീ എന്നും അതേ പഴയ പാട്ടും പാടി പഴയ രീതിയിലുള്ള ജീവിതം നയിച്ചിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ദൈവമഹത്വം വെളിപ്പെടുത്തും? If you are still remaining the old system, how can God's glory be revealed through you? അമ്മായിയപ്പന്റെ വീട്ടിൽ ആടിനെ വളർത്തിക്കൊണ്ടിരുന്ന പഴയ നിയമത്തിനകത്തെ ശക്തനാന്ന് നമ്മൾ പറയുന്ന ഏറ്റവും വലിയ പ്രവാചകൻ എന്നൊക്കെ പറയുന്ന മോശ ഒരു ദിവസം മുൾപ്പടപ്പിനകത്ത് ഈ മഹത്വം കാണാനിടയായി. Moses, who was tending his father-in-law's sheep, one day happened to see this glory in the wilderness. എങ്ങനെ മഹത്വം മനസ്സിലായി? അവൻ ആ മഹത്വത്തിനകത്തുനിന്ന് ശബ്ദം കേട്ടു. How did he understand this is glory? He heard a voice. നമ്മൾ മുൾപ്പടർപ്പ് കത്തുന്നത് പറയാം. മഹത്വം ഇറങ്ങിയപ്പോ തീ പോലെ കണ്ടത്, തീ പോലെ. We saw the burning bush, but when the glory descended, he saw it as fire flaming. ആ ബുഷൊന്നും ബേൺ ആകുന്നില്ല. ആ ഇരിക്കുന്ന കാട്, അവിടെയുള്ള ചെടികൾ കത്താതെ അതിന്റെ മധ്യത്തിൽ തീക്കകത്തുനിന്നൊരു ശബ്ദം. The bushes were not burning, it was still green. ഇന്ന് രാവിലെ നീ വിശ്വസിക്കുകയാണെങ്കിൽ നിന്റെ കണ്ണിനകത്ത് നിന്റെ സമീപത്ത് ഈ മഹത്വം ഇരിക്കുക. If you still believe this glory is in you, in your eyes, beside you. ഇപ്പം തന്നെ ഞാൻ ചിലതിനെ നോക്കി പറയുക, നീ ഇന്ന് വരെ കാണാത്തത്, നീ നാളുകളായി കഷ്ടപ്പെടുന്നതിന്റെ മധ്യത്തിൽ, Or whatever you have not seen before in your suffering. അവൻ നിന്നെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചു നിന്റെ പിന്നാലെ നടക്കുവാന്ന്. He is coming behind you to reveal his glory through you. ഞാൻ വിചാരിക്കുക രാവിലെ അമ്മായിയമ്മയുടെ ചീത്ത കേട്ടിട്ടായിരിക്കാം, പുരോഹിതന്റെ ഉപദേശം കേട്ടിട്ടായിരിക്കാം ഈ ആടുകളെ കൊണ്ട് ഈ പറയുന്ന എത്ര നാളായി ഞാൻ ഇങ്ങനെ 40 വർഷമായിട്ട് ആടുകളെ കൊണ്ട് നടക്കുക. For 40 long years Moses was behind the sheep. ഒരേ ശബ്ദം, ഒരേ രീതി, ഒരേ കൂട്ടുകെട്ട്, അതിനകത്ത് നടന്ന് മടുത്തൊരു മനുഷ്യനായിരിക്കാം മോശ. Probably he was tired of walking behind the sheep in the same manner for 40 നീ years. എപ്പം മടുത്തെന്ന് പറയുന്നു, നീ എപ്പം മതിയായെന്ന് പറയുന്നു, അന്നേരം അവൻ അവന്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. The moment you are fed up, the moment you want to give up, he will reveal his glory. കാരണം അവൻ നിന്നെ കൈവിടാത്തവനാണ്. Because he is the Lord who doesn't leave you. അവൻ നിന്നെ കൈവിടത്തില്ലെന്ന് He പറഞ്ഞാൽ never അവൻ forsake you. കൈവിടത്തില്ല. He won't forsake you or leave you. You are a rejected person. നീ വീട്ടിനകത്ത് റിജക്റ്റഡ് ആയിരിക്കും. നീ നിന്നെ തന്നെ റിജക്ട് ചെയ്ത് വെച്ച് ദൈവം പറയില്ല എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. Maybe you're a rejected person at home, but God says I am in need of you. ആ അറിവാണ്, ആ തിരിച്ചറിവാണ്. കാലിലെ ചെരുപ്പഴി ഇങ്ങനൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ ചെരുപ്പഴിച്ചിട്ടിട്ട് എന്താണ് പറയാൻ പോകുന്നത്? ഒരിക്കലും നടക്കാൻ കഴിയാത്ത കാര്യമാണ് നിന്നോട് ആവശ്യപ്പെടുന്നത്. But now the voice is speaking to you something that you would never imagine. എന്തോ ആവശ്യപ്പെടുന്നത്? What is the എവിടെ നിന്ന് ഓടി വന്നോ അവിടോട്ട് തിരിച്ചു പോയി എന്റെ ജനത്തെ ഇറക്കിക്കൊണ്ടുവാ. And the need is that where you ran away from, go back to the place and deliver my people out of it. അവൻ പറയുന്ന കാര്യം കേട്ടില്ലേ? ഞാൻ തടിച്ച നാവുള്ള ഒരുത്തന് നിന്നെ കൊണ്ട് നടക്കത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാ പറഞ്ഞ ഞാൻ നിന്റെ കൂടെ ഇരുന്ന് വഴി നടത്തും. And Moses says, I am a man with a stammer, I cannot do this. God says, I will do the impossible. ഇന്ന് രാവിലെ വിശ്വസിക്കാൻ നിന്റെ ബുദ്ധിയുടെ അറിവുകളല്ല, നീ ഇതുവരെ പഠിച്ച സാധനങ്ങളല്ല, നീ ഇന്നുവരെ കാണാത്ത കാര്യങ്ങളിലേക്ക് നടത്തുവാൻ കഴിയുന്നവനാണ് ഈ കർത്താവ്. Not because of your intellect, whatever you've done out of your experience, God is able to lead you to do things you've never done before. Hallelujah. Hallelujah. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്ത് പിടിച്ചോണം കേട്ടോ. ഇന്ന് ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ നീ മഹത്വ വാഹകനായിട്ട് നീ പോണം.
You must go out of this place as a carrier of glory. You are a glory carrier. അടുത്തിരിക്കുന്ന ആളോട് പറ, ഒന്ന് രണ്ട് പേരോട്, you are a glory carrier. Tell the person next to you, you are a glory You are the carrier. vessel of his glory. അവന്റെ മഹത്വം അനുഭവിക്കുന്ന പാത്രമാണ് നീ. Hallelujah. You are a vessel that carries his glory. എന്താ ഇഷ്ടപ്പെടാത്തറിയ, ഈ മഹത്വം കയ്യിലിരിക്കുന്നവൻ വേണ്ടാതീനം പറയരുത്. Those who are carrying his glory should not talk unnecessary things. മഹത്വത്തിന് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. Glory cannot work. തർക്കം കാണുമായിരിക്കാം, പക്ഷെ തർക്കത്തെ പരിഹരിക്കാനാണ് ഈ മഹത്വത്തിന്റെ ഉടയവനായവൻ നിന്റെ അടുക്ക വന്നിരിക്കുന്നത്. Problems may be there, but the one who is in glory has come to you to solve it. ചോദിക്കുന്ന, നീ ആരാ? Who are you? ദൈവത്തോട് ചോദിക്കുക, who are you? നീ ആരാ? Then you are asking God, who are you? കാര്യം പണ്ടങ്ങാണ്ട് എന്റെ അമ്മ പറഞ്ഞ ഒരു അറിവുണ്ട്. Because I have a knowledge of what my mother spoke ഞാൻ about. വളർന്നു വന്നിടത്ത് ഇതൊന്നും അല്ല എന്നെ പഠിപ്പിച്ചത്. This is not what I have been taught എന്റെ of. അമ്മായിയപ്പൻ ഇതൊന്നും അല്ല This പഠിപ്പിച്ചിരിക്കുന്നത്. is not what my father-in-law is talking For to that me. I want to know who you are. And Moses says, I want to know who you നീ are. ആരാണ്? Who are you? ഉടനെ പറയാ, I am that I am എന്നല്ല വാക്ക്. നമ്മൾ പണ്ട് തൊട്ടേ കേട്ടത് അങ്ങനെ ആക്കിയ, I shall be that I shall be. നീ എന്നെ എന്തായി കാണാൻ ആഗ്രഹിക്കുന്നു അതാ ഞാൻ. And God says, I shall be that I shall be, which means what you want me to be, that I am. നീ എന്തായി എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു അതായി മാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Ayeka, Asher, Ayeka means what do you want me to be? I want to be that. ദാവീദ് അതുകൊണ്ട് ഇടയനായിട്ടാ കണ്ടത്. David saw the Lord as a shepherd. ഇന്ന് നീ ആരായിട്ടാണ് അവനെ കാണുന്നത്? Whom you want to see him as. അബ്രഹാം കണ്ടത് കൂട്ടുകാരനായിട്ടാ കണ്ടത്. Abraham saw a friend in God. ഒരു വാക്ക് അവൻ ഉണ്ടാക്കിയെടുക്കാൻ, അഡോനായി, അബ്രഹാമിന്റെ വാക്കാത്. Adonai is a word that Abraham created. മോശ കണ്ട വാക്ക് എന്നാന്നറിയാം? മോശ കണ്ടത് you are my redeemer, Yahweh. Moses saw God as a redeemer, Yahweh. ഓ, ഈ പേരുകളെല്ലാം കൂടെ ഒന്നാക്കി കൊണ്ടുവന്നതാണ് JESUS, യേശു എന്ന നാമം. And all these names are put together and given to us, JESUS, Jesus. ഓരോ ഘട്ടത്തിൽ നീ ഓരോന്ന് വിളിക്കേണ്ട എല്ലാം കൂടെ ചേർത്ത് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന ആ നാമത്തെ നിനക്കും എനിക്കും തന്നിരിക്കുകയാണ്. You don't have to call him different names. Put together, one name is given to ആ us. നാമത്തിന്റെ ശക്തി എന്താ? ആ നാമത്തിന്റെ ശക്തി എന്താണ്? What is the power of that If you truly name? believe, if you know the power of that name, അതിനകത്ത് വഹിക്കുന്ന ആ ശക്തി നിനക്ക് മനസ്സിലായ നീ യേശു എന്ന് പറയുമ്പോഴേ നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കും. The moment you realize the power of his name, the moment you utter the name, miracles would happen. രണ്ടാമത്തെ ഒരു വാക്കാണ് ഈ ഗ്ലോറിക്കകത്തെ രണ്ടാമത്തെ ഒരു വാക്കാണ് കാബോത്ത്. കാബോത്ത്. Another word for glory is kabod. കാബോത്ത് മീൻസ് തിക്നെസ് എന്ന് പറയാം, വെയിറ്റ് എന്നൊക്കെ പറയാം, ഖനം അല്ലെങ്കിൽ അതിന്റെ കട്ടിയായിട്ടുള്ളത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. Kabod could mean thickness or weight. തിക്നെസ് ഓഫ് ഗോഡ്സ് പ്രസൻസ്, ദൈവ സാന്നിധ്യത്തിന്റെ വലിപ്പം, അതിന്റെ ഖനം. It could be the thickness or the weight of God's presence. ഇതിങ്ങോട്ട് വരുമ്പോഴേ ചിലർ പിടിച്ചാൽ നിൽക്കത്തില്ല, താഴെ പോകുന്നത് ചിലര് അങ്ങനെയാണ്. ഈ ഖനം വരുമ്പോ, ഈ കാബോധം കൊണ്ട് ഇറങ്ങി കഴിയുമ്പോൾ പിടിച്ചാൽ നിൽക്കത്തില്ല, താഴെ പോകും. That is why when this glory descends, some people cannot even stand, they fall down. മണിക്കൂർ കഴിഞ്ഞ് നീ ആ വീണതിൽ നിന്ന് മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോ നീ വീണ വ്യക്തിയല്ല, നീ മഹത്വം കണ്ട വ്യക്തിയായി, മാറ്റമുള്ള വ്യക്തിയായി മാറും. The moment you താഴെ വീഴുന്ന സമയം, ആമേൻ, ഗ്ലോറിക്കകത്ത് നീ താഴെ വീഴുന്ന സമയം പഴയ വ്യക്തിയായിട്ടല്ല എഴുന്നേറ്റ് വരുന്നത്, പുതുക്കപ്പെട്ട വ്യക്തിയായി, രൂപാന്തരമുള്ള വ്യക്തിയായി. The moment you fall down in his glory, you don't come back as the same person, you come out transformed. ഞങ്ങൾ ഇവിടെ ഈ ചർച്ചിന്റെ പ്രാരംഭഘട്ടത്തിലൊക്കെ മഹത്വം ഇങ്ങനെ നിന്ന് കളിക്കുന്ന സമയത്താണ്, ഹല്ലേലൂയ, ഇവിടെ ഒരു ഡോക്ടർ ഫാമിലി കയറി വന്ന് ആ ലേഡി ഡോക്ടർ എന്നോട് ചോദിക്കും, പാസ്റ്റർ എങ്ങനെയാണ് ഈ മഹത്വം, എന്താണ്, എന്തുമാണ് ഈ ആത്മാവിന്റെ കാര്യം, പാസ്റ്റർ എന്താണ് മനസ്സിലാക്കുന്നത്? Initial days of our church, when we were all experiencing this glory, one young doctor came and said, Pastor, what is this glory? What is it that you're talking about? എനിക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി പറയാം. 6 അടി പൊക്കമുള്ള റോണി 36 അടി പൊക്കമുള്ള വ്യക്തിയായി മാറുന്നതാണ് ഈ മഹത്വം. For you to understand, I will say it this way: 6 feet Ronnie is becoming a 36 feet person is his glory. 36 അടി പൊക്കമുള്ള ഞാൻ പുട്ടപർത്തിയിൽ ഇറങ്ങിയപ്പോഴാണ് ആശുപത്രിയുടെ മുമ്പിൽ ഇരിക്കുന്ന ആമേൻ കാവ്യവസ്ത്രധാരിയായിരിക്കുന്ന ഈ മാലയെല്ലാം ഇട്ടിരിക്കുന്ന ജഡയം ഇരിക്കുന്ന സ്വാമി എന്നെ നോക്കി എഴുന്നേറ്റ് എന്നെ സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങിയത്.
That is how when I landed in Puttaparthi, one of the sages, he was wearing this kavi and he looked at me. അപ്പൊ എന്റെ അകത്തൊരു ശബ്ദം നിന്റെ അകത്തിരിക്കുന്നവനെ കണ്ടിട്ട് അവൻ എഴുന്നേറ്റത്. He stood up and then the voice told me he stood up because he saw who is in മാനുഷികമായ you. ഒരു തലം കൂടെ അതിനകത്തുണ്ട്. മാനുഷികമായ ഒരു തലം കൂടെ ഉണ്ട്. There is a human element to it. ഞാൻ ഇതുവരെ അങ്ങനെ അനുഭവിക്കാത്തതുകൊണ്ട് ഞാൻ പേടിച്ചു പോയി. I got scared because I've never experienced it. അപ്പൊ ഈ ശബ്ദം എനിക്ക് കേൾക്കാം, നിന്റെ അകത്തിരിക്കുന്നതിനെ കണ്ടതുകൊണ്ടാണ് അവൻ എഴുന്നേറ്റത്. And the voice inside is telling me he got up because he saw the one inside അവൻ you. എഴുന്നേറ്റതേ ഉള്ളൂ. എഴുന്നേറ്റ് മിണ്ടാതെ അവന്റെ കെട്ടും പറക്കിക്കൊണ്ട് അവൻ ഇങ്ങനെ പൂച്ചയെ പോലെ പോകുന്നത് ഞാൻ കണ്ടു. And not only that, he stood up, he took his bag and he walked away like a cat. ഇന്ന് നിനക്കത് മനസ്സിലാണ്. യക്കാബോധ് അറിയണമെങ്കിൽ, നിന്റെ മേൽ പകരപ്പെട്ട മഹത്വത്തിന്റെ ശക്തി കാണണമെങ്കിൽ, നീ സാധാരണ വ്യക്തിയായിട്ട് ഇരിക്കാനുള്ളതല്ല. നിന്റെ 5 അടി പൊക്കം അവൻ 25 അടി പൊക്കമാക്കി മാറ്റുന്നതാണ് ഈ മഹത്വം. God is able to change your 5 feet height to 25 feet height if you know his glory. മഹത്വം എപ്പോഴാ പ്രവർത്തിക്കാത്തെന്നറിയാമോ? ഇത് ഘനമായിട്ട് വരാത്തെന്നറിയാമോ? നിന്റെ തിയോളജി അതിനെ ആ ഘനത്തെ വെളിയിൽ കൊണ്ടുവരത്തില്ല. നീ വാക്യം പിടിച്ച് കളിച്ചോണ്ടിരിക്കും, ദൈവ മഹത്വം വെളിയിൽ ഇറങ്ങി വരത്തില്ല. You are holding on to your theology and your own Bible verses. This glory is not revealed through you. എന്തായാലും പറയുന്നുണ്ടെ ആ വാക്യം ഈ വാക്യം അത് അങ്ങനെയാണ് ഇങ്ങനെ. നീ കീഴ്പ്പെട്ടിരുന്നാൽ ഈ മഹത്വം ഇന്ന് പകലും വർക്കി. If you submit even today, this blessing glory will work for you. Today you have to have such an experience. ഇന്ന് വേണമെന്ന് ഇന്ന് ആഗ്രഹിക്കാവിടുന്നുണ്ട്. കർത്താവേ, എനിക്ക് ഈ പറയുന്ന മഹത്വം എന്റെ മേൽ ഒഴുകണം. Today you must desire, Lord, I want this glory to flow through me. ആമേൻ, ഹല്ലേലൂയ. അവന്റെ പെർസ്പെക്റ്റീവിൽ, അവന്റെ ഡിറക്ഷൻ, അവൻ എന്താണ് നിന്റെ ലൈഫിൽ ആഗ്രഹിക്കുന്നത് അതുപോലെ ആയി തീരാൻ ആഗ്രഹിച്ച് Desire to be all that God wants you to be this morning. ഹല്ലേലൂയ. Hallelujah. ആമേൻ. ഷെക്കിന, ഈ വചനത്തിനകത്തൊരു ഷെക്കിനയുടെ ആമേൻ കാപോതിരിപ്പുണ്ട്. വചനത്തിനകത്ത് In this word there is a weight of his glory. ആമേൻ, ഹല്ലേലൂയ. അത് പിടിച്ചെടുക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കണം. You must be longing to catch hold of it. അത് പിടിച്ചെടുക്കാൻ നേരത്തെ ഫോൺ അടിക്കുന്നത് അല്ലെങ്കിൽ വൈബ്രേറ്റർ അടിക്കുന്നത് ഉടനെ ശ്രദ്ധ മാറുന്നത്. പിള്ളേർ ഉടനെ കരയുന്നത് കണ്ടില്ലേ? നിനക്ക് കിട്ടാതെ പോകും അത്. Don't get distracted by your phone or the noise of the children. You will lose it. അല്ലെ, അതങ്ങോട്ട് വരാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇന്നാളി പോയ ചർച്ചിൽ അങ്ങനെ അല്ലല്ലോ എന്നുള്ള ചിന്തയാണ് നമ്മളെ പല ദൈവ മഹത്വം വെളിപ്പെടുത്തുവാൻ സഹായിക്കാത്തത്. നീ ഇന്ന് ഇതിനകത്ത് വന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയാണെങ്കിൽ ഇന്ന് ഇതിനകത്തുനിന്ന് നീ ചിലത് പ്രാപിച്ചെടുക്കണം. Don't get distracted with unnecessary thought. If you come here today, catch hold of what the Lord has in store for you. ചില പ്രത്യേക സമയത്തൊക്കെ എല്ലപ്പോഴും ഇതൊന്നും വരത്തുന്നില്ല. ഇതിങ്ങനെ ചുമ്മാ ഒഴുകുന്നതല്ല. ചില പ്രത്യേക സമയത്ത് ഈ കാബോധ് ഘനത്തോടു കൂടി മഹത്വം ഇറങ്ങും. നീ കയറി പിടിച്ചോണം. Only at particular moments is Kabod will descend with all his weight. Hallelujah. Hallelujah. അന്നേരം അന്തസ്സൊന്നും നോക്കരുത്. നീ 2 കൈയും പൊക്കി കർത്താവേ ഇത് എന്റെ മേൽ വരട്ടെ നീ പറയണം. Don't be so self-conscious. Lift up your both hands and say, Lord, let this come into me. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സെൽഫ് പൊളിച്ച് ദൂരെ കളയണം. Break yourself and throw it away. 40 വർഷം ഭർത്തോപ്പള്ളിക്കകത്ത് ഇരുന്നതാണ്. ഞാൻ ഒരു ഷെക്കനെയും കണ്ടിട്ടില്ല. കർട്ടൻ നീങ്ങുന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ. 40 years I was in the Marthoma church, never saw this glory. ഫോഗ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് കുന്തിരുക്കത്തിന്റെ അതിനകത്തു വരെ പുക മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ മഹത്വം എന്താണെന്ന് ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. I just saw the smoke coming out of the incense burning, but I never saw the glory. പരിശുദ്ധാത്മാവാരാന്ന് എനിക്കറിയത്തില്ല. I did not know who the Holy Spirit was. പേഴ്സണലി പരിശുദ്ധാത്മാവുമായിട്ടുള്ള എൻകൗണ്ടർ വന്നപ്പോഴാണ് ഈ മഹത്വത്തിന്റെ ഘനം ഞാൻ മനസ്സിലാക്കിയത്. But when I got into a relationship with the Holy Spirit, I understood the weight of this glory. ഞങ്ങളൊക്കെ ഈ മീറ്റിങ്ങുകൾക്ക് വേണ്ടി കൊതിച്ചോടുകയറി. എവിടെങ്കിലും ആരെങ്കിലും കൈവെക്കുന്നിടത്തോട്ട് ഓടിച്ചാൽ ഈ മഹത്വം എങ്ങനെയും കിട്ടണം. Somehow I want to get this glory, so I used to run to meetings after meetings. ഞാൻ എഴുതിയെടുക്കുകയും ചെയ്യും, മഹത്വം പിടിച്ചെടുക്കുകയും ചെയ്യും. I used to write down and I also used to catch hold of the glory. എനിക്കൊരിക്കലും ഒരു മീറ്റിങ്ങിന് നിസ്സംഗനായിട്ടിരിക്കാനോ ഉറക്കം തൂങ്ങാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. കാര്യം ഇതെങ്ങനെയും ഇതൊന്ന് കിട്ടിയാൽ മതി. I never sat helpless in a meeting. I always wanted to catch hold of this glory. ആര് കൈവച്ചാ വരുമെന്ന് പറഞ്ഞ് ഓടുമായിരുന്നു. I used to run to get laid hands by someone who could give me this കൃപയാൽ glory. നീ മുറിക്കകത്തിരിക്കുമ്പോൾ നിന്റെ മേൽ കരം വരുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിന്റെ മേലെ മഹത്വം ഇറങ്ങും. If you truly desire, the glory will descend upon you here in this morning. നീ വന്നത് പോലെ സെൽഫിനെ പൊളിച്ചു കളയണം. സെൽഫ് നിന്റെ സ്വയത്തെ പൊളിച്ചു ദൂരെ കളയണം. Break yourself and throw it away. ദാരിദ്ര്യം ഒരു സെൽഫോ?
Poverty is a self. ദാരിദ്ര്യം ഒരു സെൽഫ് ഇല്ലെന്ന് പറയാം. ഞാനിങ്ങനെ ഞങ്ങൾക്കൊന്നുമില്ല ഇതൊന്നും കിട്ടാൻ ഞങ്ങൾക്ക് ആ സെൽഫിനെ നീ പൊളിച്ചു കളയണം. We don't have anything that is a self. Break it today. സാമ്പത്തികവും സെൽഫ്. Finances is also a self. ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ട്, ഞങ്ങൾക്ക് ഇതൊക്കെ മതി. We have a lot that is enough for us. That is also self. എന്ത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് എന്തോ ഉണ്ടെങ്കിലും ദൈവത്തിൽ നിന്നൊന്നും വരത്തില്ല. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നൊന്നും വരത്തില്ല. If there is something that you have which God is displeased with, you will not receive anything from the Lord. ആമേൻ. ഒരുത്തന് ജ്ഞാനം മതി. One person wanted wisdom. ദൈവം ജ്ഞാനം മാത്രമാണ് കൊടുക്കുന്നത്. Did God give only wisdom? അവന്റെ മനസ്സിലേക്ക് നോക്കും അവൻ. God is looking at his heart. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, യോഹന്നാൻ 18-ാം അധ്യായത്തിനകത്ത് വാക്യം വായിക്കേണ്ട, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. യേശുവിനെ പിടിക്കുവാൻ വേണ്ടി റോമൻ പടയാളികൾ വരികയാണ്. In John 18 we read the Roman soldiers coming to catch Jesus. അവര് തപ്പുകയാണ് യേശു ആരാണ്. എല്ലാം കുപ്പായം ഇട്ടിരിക്കുന്നതുകൊണ്ട് യേശു ആരാന്ന് അവർക്കറിയാം. എല്ലാവർക്കും താടിയുണ്ട്, കുപ്പായമുണ്ട്, മുടിയൊക്കെ കാണുമായിരിക്കും. They are looking for Jesus amongst the crowd. അപ്പൊ യേശു പറഞ്ഞു, നിങ്ങൾ തപ്പുന്ന യേശു ഞാനാന്ന് പറഞ്ഞപ്പോ എല്ലാം കൂടെ തെറിച്ചു താഴെ വീണു. And Jesus said, I am the Jesus whom you are looking for, and they all fell off. തെറിച്ചു വീണവന് എഴുന്നേറ്റ് വീട്ടിൽ ചുമ്മാതെ പോയി. And those who fell off went away home. അങ്ങനെ വീഴാം. There is a possibility of പക്ഷേ falling ഇന്ന് that way. വിശ്വസിക്കണം, അതുപോലെ വീണിട്ട് എഴുന്നേക്കാനല്ല, നീ വീണാൽ വീണെടുത്തുനിന്ന് പ്രാപിക്കുന്ന ചില അഭിഷേക മണ്ഡലങ്ങളുണ്ട്. If you fall down in His glory, there is an area of anointing that can change you. പത്രോസ് മൽക്കാസിന്റെ ചെവി വെട്ടി. Peter cut off the ears of Malchus. ഇവിടെ കേട്ടെ, പത്രോസ് വാളെടുത്ത് മൽക്കാസിന്റെ ചെവി വെട്ടി, യേശു ചെവി എടുത്ത് സൗഖ്യമാക്കി. Peter cut off the ears of a soldier with his sword, but Jesus took the ears and healed him. അവരെല്ലാം വിറ്റ്നസ് ചെയ്തു. ആ പടയാളികൾ മുഴുവനും കണ്ടു യേശു സൗഖ്യമാക്കുന്നത്. Every one of the soldiers witnessed the healing. പക്ഷേ ആരെങ്കിലും യേശുവിനെ വിശ്വസിച്ചോ? But none of them believed in Jesus. ഇതിനകത്ത് വേണമെങ്കിൽ 1000 വർഷം ഇരിക്കാം, നീ വിശ്വാസിക്കാതെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. Maybe you're sitting here for 1000 years, but നീ if ഒരു you don't believe, there is no നിനക്ക് use. വലിയ സ്റ്റേറ്റസ് ഒക്കെ കാണുമായിരിക്കും. നീ വിശ്വസിക്കുവാൻ നിന്റെ ഹൃദയത്തെ തുറന്നില്ലെങ്കിൽ ഈ സൗഖ്യമൊന്നും ഒരിക്കലും നീ അനുഭവിക്കാൻ പോകുന്നില്ല. Maybe you're a great person, but if you have not opened your heart to believe, then nothing will make sense here. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്തുകൊണ്ടാണ് നിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാത്തതിന്റെ കാര്യം, നിന്റെ മനോഭാവത്തെ നീ മാറ്റുന്നില്ല. Your situation is not changing because you're not changing your attitude. ദൈവത്തിന്റെ മഹത്വം നിന്റെ മനോഭാവത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. God's glory will work according to your attitude. For that you should have a gratitude, ഒരു grateful heart ഉണ്ടായിരിക്കണം. And for that you need to have a grateful heart. ആ gratitude ഇല്ലായ്മ ഒരിക്കലും ദൈവസന്നിധിയിൽ ഒന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. If you don't have a heart of gratitude, you will not receive anything from the God's രാവിലെയെങ്കിലും പറയണം, വീണിട്ട് അങ്ങനെ കിടന്നിട്ട് ചുമ്മാ പോകാനല്ല, ദൈവത്തിന്റെ മഹത്വം എന്റെ മേൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു I don't want to go back empty-handed. I want to receive what no eye has seen, no ear has heard. നീ ദൂരത്തുനിന്ന് വന്നതാണെങ്കിൽ അവൻ ഉയരത്തിലുള്ള ശക്തിയും കൊണ്ടേ പോകാം. If you come from far away, you go back with the power from above. Hallelujah. Hallelujah. ഗ്ലോറി എന്ന് പറയുന്നത്, ഗ്ലോറി ഈസ് എ റെവലേഷൻ, ഒരു വെളിപ്പാടാണ് ഈ മഹത്വം എന്ന് പറയുന്നത്. Glory is a revelation. മനസ്സിലാക്കിയാൽ അതിന്റെ ബ്ലെസ്സിങ്സ് നീ അനുഭവിക്കും. If you understand, you will enjoy the blessings of it. മഹത്വം മനസ്സിലാകില്ലേ, മഹത്വത്തിനകത്ത് മുഴുവനും it is full of his blessings. അവന്റെ മഹത്വത്തിനകത്ത് അനുഗ്രഹം മുഴുവൻ നിറച്ചു വെച്ചേക്കുക. And his glory is full of his blessings. Hallelujah. Hallelujah. അതുകൊണ്ടാണ് പറയുന്നത്, ഈ മഹത്വത്തിനകത്ത് ഒരുത്തൻ താഴെ പോയാൽ അവൻ അതുപോലെ എഴുന്നേറ്റ് വരാൻ ഒക്കത്തില്ല, അവൻ വ്യത്യസ്തനായിട്ട് വരാൻ പറ്റത്തില്ല. That is why if you fall in his glory, you will come out transformed. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിനകത്ത് ദാനിയേൽ ഇതുപോലെ ദൈവസന്നിധിയിൽ താഴെ വീണു. In Daniel chapter 10 we read that David ഘനത്തോടുകൂടി ദാനിയേലിന്റെ മേൽ വന്നപ്പോൾ ദാനിയേൽ താഴെ പോയി. When this weight of glory fell upon Daniel, he couldn't stand. ഈ കുഴി വിട്ട് കളയണം. കുഴി നിന്നെ ഒരിക്കലും ഉയർത്തത്തില്ല. നിന്റെ താണ അവസ്ഥ ദൈവത്തിന് താല്പര്യമില്ല. God doesn't like your lowly state. He wants you to come out of your pit. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, താണതെല്ലാം ഉയർന്നതായി തീരും. Everything low must come up. And he is a lifter of your head. നിന്റെ തല ഉയർത്തുന്നവനാണ് ഈ ദൈവം. Amen. God is a lifter of your head. ഇന്ന് വിശ്വസിക്കുക. If you believe today, ദാനിയേൽ എഴുന്നേറ്റപ്പോൾ ദൂതൻ വന്നിട്ട് അവന് വേണ്ടുന്നതായിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിംഗ് മുഴുവൻ കൊടുത്തു. When Daniel got up, the angel of the Lord came and made him understand everything that happened. നീ ആഗ്രഹിക്കണം, നിന്റെ മേൽ മഹത്വം എന്ന ഹെവൻലി അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് നീ മാറും. If this glory comes upon you, you will get a heavenly understanding. Spiritual understanding, ആത്മീയമായിരിക്കുന്ന തിരിച്ചറിവുകൾ വരണം.
You must have spiritual discernment and understanding. അതുകൊണ്ടാ പറയുന്നത് ഒരു വാക്യം 100 പ്രാവശ്യം വായിച്ചാലും ആ വായിച്ചതുപോലല്ല ഇനിയിപ്പോ നീ വായിക്കുമ്പോ. That is why when you read a verse 100 times, now when you read it will be different. ഇപ്പം പിടികിട്ടാൻ തുടങ്ങും, റെവലേഷൻസ് വരാൻ തുടങ്ങും. Now when you read it you will get revelations. റെവലേഷൻ വെളിപ്പാട് വന്നു കഴിഞ്ഞാൽ it will manifest. അത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും, അത് പ്രസിദ്ധമാക്കാൻ തുടങ്ങും. When you get a revelation, that will begin to get manifested through you. ഇത് ആഗ്രഹിക്കണം. Today you must desire it. ആ കാബോധ കനത്തോടു കൂടി ആ മഹത്വം ഇറങ്ങി എന്റെ മേൽ വരണം. I want this kabod coming with all its weight. അത് സൂപ്പർ നാച്ചുറൽ ആയിരിക്കുന്ന അനുഭവത്തിലേക്ക്. അതുകൊണ്ട് പൗലോസൊക്കെ പറയുന്നത് എന്റെ ദൈവമോ നിന്റെ സകല ബുദ്ധിമുട്ട്. എങ്ങനെയാണ് പറയുന്നത്? ഈ സൂപ്പർ റലത്തിൽ നിന്നുകൊണ്ടാണ്, സൂപ്പർ നാച്ചുറൽ റലത്തിൽ ആത്മതലത്തിന്റെ ഉയർന്ന നിലയിൽ നിന്നുകൊണ്ടാ പറയുന്നത് എന്റെ ദൈവമോ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം നിന്റെ സകല ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് 1-2 പേരെ നോക്കി പറഞ്ഞ് എന്റെ ദൈവം നിന്റെ സകല ബുദ്ധിമുട്ടുകളും തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ തീർക്കും. When you get into the supernatural realm of His glory, you will be able to say, "My God shall supply all my needs according to His riches in glory." My God, എന്റെ ദൈവം നിന്റെ ബുദ്ധിമുട്ട് മാറ്റും. My God shall supply all your needs. ഞാൻ അത് കണ്ടതുകൊണ്ടാ പറയുന്നത്. I have seen it, so I'm saying. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. I am more than a conqueror. Hallelujah. Hallelujah. ചിലത് പിടിച്ചങ്ങ് എടുക്കണമെന്ന്, പിടിച്ചങ്ങ് എടുക്കണം. Some things you must just receive it. Hallelujah. Hallelujah. മറ്റൊരു പേരാണ് മഹത്വത്തിന്റെ മറ്റൊരു പേരാണ് ഡോക്സ. Another name for glory DOXA, ഡോക്സ. is doxa. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ട മഹത്വമല്ല, ഘനമല്ല, അതിന്റെ മുകളിൽ ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന അവസ്ഥയാണ് ഈ ഡോക്സ എന്ന് പറയുന്നത്. Doxa is another level where God Himself reveals Himself. I mean, God manifests Himself to a person in a material form. ഒരു മാനുഷിക തലത്തിൽ ദൈവം നിന്റെ മുമ്പിൽ വെളിപ്പെടും. അതിന്റെ പേരാ ഡോക്സ. Doxa is an area where God Himself manifests to a person. അപ്പൊ ചോദിക്കുന്നതിൽ ഇതെന്തോ സംഭവിച്ചു എനിക്കറിയാം. ദൈവം മെറ്റീരിയൽ ഫോമിൽ നിന്റെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. ഭൗതിക രീതിയിൽ ദൈവം തന്നെ ഒരുവനും വെളിപ്പെടുത്തുന്നതാണ് ഈ ഡോക്സ. When God reveals or manifests Himself in a physical form, that is called doxa. മത്തായിയുടെ സുവിശേഷം 6-29 വാക്യത്തിനകത്ത് ശലോമോനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ച്. Matthew 6:29, read about how Jesus talks about Solomon. യേശു പറയുന്ന ശലോമോന്റെ സർവ്വ മഹത്വം talks about all the glory of Solomon. That speaks about glory of Solomon. ശലോമോന്റെ എന്തോ വലിയ മഹത്വമായിരുന്നു. What great glory Solomon had. കാര്യം ജ്ഞാനം ചോദിച്ചപ്പോൾ അതിനകത്ത് ദൈവം എന്തെല്ലാം കൊടുത്തു? ദൈവം ജ്ഞാനം ചോദിച്ചവന് കൊടുത്തത് അവന് ദീർഘായുസ് കൊടുത്തു. When Solomon asked for wisdom, കൊടുത്തു. God gave him wealth and long life. ആദരവ് കൊടുത്തു. Honor. അതാ 3-ാം അധ്യായത്തിന്റെ 13-19 വരെ എഴുതിയിരിക്കുന്നത് നിന്റെ വലം കൈയിൽ ദീർഘായുസ്, നിന്റെ ഇടം കൈയിൽ സകല വിധത്തിലുള്ള ധനവും മാനവും ഉണ്ടായിരിക്കും. That is why Proverbs 3:18 says, on your right hand is long life and your left hand is riches and honor. അതിന്റെ മുമ്പിലത്തെ വഴികളെല്ലാം സമാധാനത്തിന്റെ വഴികളായിരിക്കും. And all your ways shall be of peace. ഹലോ, ശലോമോൻ രാജാവായിരുന്ന കാലഘട്ടത്തിൽ ഒരു യുദ്ധവും ഉണ്ടായില്ല. When Solomon was a king, there was no war. ഗ്ലോറി വന്നാലുള്ള ഗുണമറിയാ, ഗ്ലോറി വന്നാൽ നീ ആരോടും വഴക്കുണ്ടാക്കത്തില്ല. When glory comes, you don't fight with anyone. എടാ വഴക്കാളി, നിന്റെ മേൽ മഹത്വം ഇറങ്ങണം. If you are a person who fights, glory should come upon you. You are a fighter cock. If you are a fighter cock, നീ വഴക്കാളിയാ. Are you a fighter cock? നീ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് വാക്കേക്കറി പിടിക്കുന്ന വഴക്കാളിയാ നീ. Are you a person who fights? നീ വഴക്കാളിയായിരുന്ന ദൈവത്തിന്റെ മഹത്വം കാണത്തില്ല. If you are a fighter, you won't see the glory. ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. വഴക്കുള്ള വീട്ടിൽ മഹത്വം വെളിപ്പെടുവോ? A house which has fights, glory won't be revealed. വഴക്കുണ്ടാക്കാനായിരുന്ന നമ്പർ 1 യേശുവായിരുന്നു വഴക്കുണ്ടാക്കിയതിന്. If someone had to fight, it would have been Jesus. പറഞ്ഞ വാക്ക് തെറ്റിപ്പോയി, അതിലെല്ലാം കയറി പിടിച്ച് അസ്വസ്ഥത ഉണ്ടാക്കി. നിങ്ങൾ ഓർത്ത് നോക്കിയേ, തെറ്റിപ്പോകാൻ സാധ്യത. നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്കൊക്കെ തെറ്റുകൾ വരാം. തെറ്റിപ്പോയതിനെ തിരുത്തുന്നത് വളരെ മധുരമായ രീതിയിലായിരിക്കണം. We all can go wrong. We all can make
mistakes, but when you correct it, it has to be in a very sweet way. ഒരാളെ അടച്ചാക്ഷേപിച്ചോ ബുദ്ധിമുട്ടിച്ചോ അല്ല തിരുത്തേണ്ടത്. You അതൊക്കെ can't correct a വ്യക്തിപരമായി person. നമുക്ക് തിരുത്താൻ പറ്റും. You can't snub a person and correct a person. You can correct in a better അവർക്ക് way. എന്തോ ഒരു വലിയ ഗ്രേറ്റ്നെസ്, ഒരു വ്യക്തിയുടെ എത്ര മഹത്വമാണ്. ആ മഹത്വം ദൈവമഹത്വം ഇല്ലാതെ ആ മഹത്വം വരുമോ? That is a greatness and a glory of a person to do in such a manner. പറഞ്ഞ എന്റെ മച്ചു എത്ര നീ എന്നെ കാണുമ്പോൾ എഴുന്നേറ്റൊക്കെ, എന്നാലും എനിക്ക് തെറ്റ് വരും. I want to tell you, I can make mistakes. താടിയെ പിടിച്ചോണ്ടിരിക്കുന്നല്ലേ തിരിച്ചു പറയേണ്ട അച്ഛാ, എനിക്ക് അതിനേക്കാളും വലിയ തെറ്റ് വരേണ്ടി പറയാം. അച്ഛാന് തെറ്റ് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇരിപ്പ് കാണുമ്പോൾ അങ്ങനെ അച്ഛാ ഞാൻ കുറെ നാളായിട്ട് പറയണം വിചാരിച്ചാ അച്ഛാ മൊത്തം തെറ്റാ കാണിക്കുന്നത്. എങ്ങനെ നന്നാകും പിന്നെ? അന്നേരം ഞാനത് പറയുമ്പോ നീ കാലേ വീണച്ച് പറയും അച്ഛാ ഞാൻ മൊത്തം പോയ ആളാണെന്ന് പറയേണ്ടതാ. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട്. നമ്മുടെ കുഴപ്പം നമ്മുടെ സെൽഫ് അംഗീകരിക്കുക. ഞാൻ കുറെ നാൾ നോക്കിയായിരിക്കും ഇയാൾ എന്റെ കാലിലൊന്ന് പിടിക്കാൻ. ഇതുകൊണ്ടാണ് നമുക്ക് പലതും അനുഭവിക്കാൻ പറ്റാത്തത്. ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലായി. നമുക്ക് പലപ്പോഴും സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തതിന്റെ കാര്യം മനസ്സിനകത്ത് ചൊരുക്കം കൊണ്ടാണ് നടക്കുന്നത്. Many times we are not able to experience His presence because of this narrowness of the heart. പലരോടും വൈരാഗ്യം കൊണ്ട് നടക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ കനമുള്ള സാന്നിധ്യം ഒരിക്കലും അനുഭവിക്കാൻ കഴിയുന്നില്ല. Because we are harboring bitterness against people, we are not able to experience His presence. സമൂഹത്തിലുള്ളവരോട്, People in the society, people at home, സഭയ്ക്കകത്ത് വരുന്നവരോട്, നിന്റെ കൂട്ടു സഹോദരനോട് വിരോധം വെച്ചു നീ ഏത് സാന്നിധ്യം അനുഭവിക്കാനാ? if you are bitter against your fellow brother, how can you experience His presence? മഹത്വത്തിന്റെ ഏറ്റവും വലിയ എനിമിയാണ് കയ്പ്, ബിറ്റർനെസ്. Bitterness is an enemy to glory. നീ ആരോടെങ്കിലും കയ്പായിട്ടിരിക്കുവാണെങ്കിൽ മഹത്വം ഒന്നും കാണാനേ പോകുന്നില്ല. If you are bitter with somebody, don't even expect to see glory. അക്കൗണ്ടബിലിറ്റി ഇല്ലായ്മ, lack of accountability. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഏതാണെന്നൊന്നും പറയത്തില്ല. ആരോടും പറയത്തില്ല. എല്ലാം പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കും, തന്നെത്താൻ നടക്കും. You're not accountable with your life to anyone. You operate in yourself. മോശയുടെ ഉയർച്ചയുടെ കാരണം അമ്മായിയപ്പനെയും അമ്മായിയമ്മയൊക്കെ ഓണർ ചെയ്തു. Moses was lifted because he honored his father-in-law and mother-in-law. ഏത് സഭക്കാരാണ് ഇത്രോ? ഏത് സഭക്കാരനാ? Which church did Jethro belong to? ഏതോ ഗോത്രത്തിന്റെ ദൈവത്തെ ആരാധിക്കുന്നവന്. അവന് ഈ ദൈവത്തെ ഒന്നും അവനറിയത്തില്ല. He was worshipping some tribal god. He didn't know the living God. അല്ലാതെ ഇവരീ പറയുന്ന ഇസ്രായേൽ മക്കൾ പറയുന്നു അല്ലെങ്കിൽ യഹൂദന്മാര് പറയുന്നവനൊന്നും ഇത്രോയ്ക്ക് അറിയത്തില്ല. മിദ്യാനിയ പുരോഹിതനാ. Jethro was a Midianite priest. അവിടെ പക്ഷെ അവര് പറയുന്നത് കേൾക്കാൻ മനോഭാവത്തെ ഒരുക്കിയപ്പോഴാണ് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയത്. But even when he had an attitude to listen to them is when God made a way for him. നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനകത്ത്, നിന്റെ രാജ്യത്തിനകത്ത് അതിന്റെ അഖണ്ഡതയ്ക്ക് വിരോധമായി പ്രവർത്തിച്ചാൽ നീ ദൈവസാന്നിധ്യം അറിയത്തില്ല. The institution where you work, where your place, if you are going to work against it, God's glory is not going to be revealed. നീ ജോലി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ നീ മോശമായി കണ്ടാൽ ദൈവം എവിടുന്ന് കൂടെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും? If you are going to belittle the institution you are placed in, how can you even see the glory? നിങ്ങളുടെ പെട്ടെന്ന് താഴോട്ട് പോകുന്ന കണ്ടോ? ഗ്രാഫ് പോകുന്ന കണ്ടോ? നിന്നെ ആക്കി വെച്ചിടത്തും നീ വിശ്വസ്തയോടെ ഇരുന്നില്ല. Because you were not faithful in the place where God placed you. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയുന്നത് പേടിച്ചോണേ. എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോ പേടിച്ചോണേ. കാര്യം വിശ്വസ്തത ദൈവം നോക്കുന്നു. God is looking at faithfulness when you are entitled to a position. He is a God of faithfulness. ദൈവം വിശ്വസ്തതയുടെ ദൈവമാ. Because God is a faithful God. അയാൾ നോക്കും. He will look. അതുകൊണ്ടാണ് മോസസ് എഴുന്നേറ്റ് വന്നത്. That is why Moses came up. ഈ ഡോക്സ എന്ന് പറയുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. എങ്കിലും ഏറ്റവും നല്ലൊരു അർത്ഥം ഭൗതികമായ രീതിയിൽ ദൈവം തന്നെ ഒരുവന് വെളിപ്പെടുത്തുന്നതാണ് ഈ ഡോക്സ. Doxa has many meanings. One of the meanings is God manifesting himself in a material form to a person. ഈ സഭയ്ക്കകത്തൊക്കെ ഈ മെറ്റീരിയൽ ഫോം വെളിപ്പെടും. ഈ മാനുഷികമായ രീതിയിലുള്ള ഭൗതികമായ രീതിയിലുള്ള നന്മകൾ സഭയ്ക്കകത്തുണ്ടാകും. Even in church such material benefits will be revealed. അതെന്നാ ചോദിച്ചാൽ അത് കൂടി വരത്തേ ഉള്ളൂ, നല്ലതായിട്ടേ വരത്തുള്ളൂ. It will keep increasing. ആമേൻ, ഹല്ലേലൂയ. Hallelujah. ഇന്ന് രാവിലെ ആഗ്രഹിക്കണം അത് തുറന്നു വരണം. നീ അവിടുന്ന് ഇവിടെ നിന്ന് വന്നിട്ട് ഇന്ന് വന്നത് എന്തിനു വേണ്ടിയാണെന്ന് വിശ്വസിക്കുക. ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുതപ്പ് നിന്റെ മേൽ വീഴണം. The
glory of his mantle should fall upon you. That's why you're here today. ഇന്നത് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് You must decide to receive it. പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് സ്വന്തം അധ്വാനത്തിൽ കിട്ടുമെന്ന്. സ്വന്തമായിട്ട് കിടന്ന് അധ്വാനിച്ചാൽ പ്രോസ്പർ ആകാൻ പറ്റും. It is possible to become prosperous by your own efforts. ഈ പൈശാചിക വഴിയിലൊക്കെ തെറ്റായ രീതിയിലൊക്കെ വേണമെങ്കിൽ ധനാട്യനെ കള്ളുവച്ചോടൊക്കെ നടത്തിയാൽ മതി. Even in the wrong way you can make money. ഇത് രണ്ടും നിന്നെ അഹങ്കാരിയാക്കിയേ മാറ്റത്തുള്ളൂ. സ്വയമായിട്ട് കിടന്ന് ജോലി ചെയ്യുന്നവരെല്ലാം ശ്രദ്ധിച്ചു, അവർക്കൊന്നിനും സമയമില്ല. പിന്നെ മറ്റുള്ളവരെല്ലാം പുച്ഛമാ അവർക്ക്. But both these areas will only make you proud because they look down on others. എന്നാൽ ദൈവത്തിന്റെ വഴിയിൽ നീ അനുഗ്രഹിക്കപ്പെട്ടാൽ, but when you are blessed in the ways of God, നിന്റെ ആത്മീയമായിരിക്കുന്നത് നിന്റെ മേൽ വന്നാൽ നീ ആത്മീയമായി ബിൽഡ് ചെയ്യപ്പെടും. when you are blessed by God, you will be built spiritually. അപ്പോൾ നിന്റെ ഞായറാഴ്ച വരാതിരിക്കാൻ പറ്റുമോ? നിന്റെ ആത്മീയ ആരാധനയ്ക്ക് കുറവ് വരത്തില്ല. കാര്യം നീ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് നിൽക്കുന്നത്. Because you are in relationship with God, you won't miss worship. ആത്മീയ ദൈവവചനം കേൾക്കാതിരിക്കാൻ പറ്റുമോ? How can you not hear the word? മാത്രമല്ല സുവിശേഷത്തിന് ആവശ്യമായതെല്ലാം നീ ചെയ്യാൻ തുടങ്ങും. Not only that, you will do everything for the spread of the because you are gospel. equipped to do that. നീ തയ്യാറാക്കപ്പെട്ട വ്യക്തിയാണ്, എല്ലാം ചെയ്യാൻ പറ്റും. I am an example of it. കാര്യം നിന്റെ ജീവിതത്തിന്റെ സകല കാര്യങ്ങളെ സന്ധിക്കുവാൻ കഴിയുന്നവനാണ് ഈ മഹത്വത്തിന്റെ ദൈവം. This God of glory is able to meet all your needs. ഒരിക്കൽ ഈ ഗ്ലോറി റലം നീ തുറന്നത് കണ്ടാൽ പിന്നെ നീ ഒരിക്കലും അതിനകത്ത് പോകാൻ കഴിയാത്തതുപോലെ ദൈവം നിന്റെ കൂടെ ഇരിക്കുമല്ലേ. You want to live like that? നിനക്ക് അങ്ങനെ ജീവിക്കണോ? ഇതാ മഹത്വത്തിന്റെ മണ്ഡലം. This is the area of glory. എല്ലാ ദിവസവും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാനല്ല, ദൈവം നിന്റെ കരച്ചിലിനെ മാറ്റുന്ന മഹത്വത്തിന്റെ മണ്ഡലം. This is an area of glory where God will wipe away your tears. ഇന്ന് ആ തലം പരിശുദ്ധാത്മാവ് തുറന്നു തരട്ടെ നിന്റെ ജീവിതത്തിൽ. Let the Holy Spirit open that realm for you. അയൽക്കാർ നിന്നെ കുറിച്ച് സാക്ഷ്യം പറയും. Neighbors will testify എന്താ of you. വ്യത്യാസം? എന്താ ഡോക്സ? The difference is എന്താണ് doxa. കാര്യം? എന്താണ് why it is happening? Because of his doxa. Because of his doxa, this is happening to you. എന്ന് People പറഞ്ഞു will കഴിഞ്ഞാൽ testify. നിന്റെ ടോട്ടൽ ലൈഫിനെ മാറ്റിക്കളയുന്നതാണ് ഈ ദൈവമഹത്വം. Because his glory will completely change your life. It is God arriving on you. നിന്റെ മേൽ ദൈവം വന്നതിന്റെ തെളിവാണ്. God is giving everything to you. മീശ വടിച്ചപ്പോഴല്ല ഞാൻ ഗ്ലോറി കാണാൻ. ഞാൻ മീശ വെച്ച് താടി വെച്ച് മുടിയും വളർത്തി ഞാൻ ഏത് പൈകൃതത്തിൽ ഇരുന്നാലും അവന്റെ മഹത്വം എന്റെ മേൽ വന്നാൽ എന്നിൽ നിന്നൊരു ശോഭയുണ്ടാകും. Whether I have a beard or no, when God's glory comes upon you, I will shine. ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നത് മീശ പിടിച്ചാലേ മഹത്വം കാണും. മീശ പിടിക്കുന്നുണ്ട് ഫേഷ്യലൊക്കെ എനിക്ക് വേണം. രാവിലെ എനിക്ക് ബ്യൂട്ടീഷ്യനൊക്കെ ഉണ്ടായിരുന്നു. അവർ നല്ലതായിട്ട് ഒരുക്കി എന്നെ കുട്ടപ്പനായിട്ട് ഇവിടെ നിങ്ങൾ പറയും പാസ്റ്റർ നല്ല തിളക്കമുണ്ട്. നിങ്ങളത് പറയാതെ തന്നെ എൻ്റെ മേലൊരു തിളക്കമുണ്ട്. It is not because I have a clean shave that God's glory comes to me. ചിലതിനൊന്നും ഒരു ആമേനും വരുന്നില്ല, അസൂയ ഉള്ളതുകൊണ്ടാണ്. You don't say an amen because you're jealous. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിനെ ശ്രദ്ധിക്കുമ്പോൾ മോശ പറയുന്നത് നിന്റെ ഡോക്സ ഇല്ലാതെ എന്നെ ഇവിടുന്ന് വിടല്ല. Exodus 33:18, Moses says, Lord, do not leave me without your glory. 33-ാമത്തെ വാക്യം നോക്കി, I will make all my goodness to pass before him. എന്റെ സർവ്വ മഹത്വം, എന്റെ മഹിമയെല്ലാം നിന്റെ മുമ്പാകെ ഞാൻ അയക്കും. And it says, I will make all my goodness pass before you. ഹല്ലേലൂയ. ഇതന്നെ ഇങ്ങനെ ഇരിക്കുന്ന വാട്ട് ഈസ് വാച്ചിങ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത്. ഇത് വരത്തില്ലേ? ഇതാണോ ഇന്നത്തെ ഡിസ്പ്ലേ? അവിടെ ഇല്ല, അതുകൊണ്ട് അവിടെ കാണുന്നില്ല. ഓക്കെ, അതുകൊണ്ട് എനിക്ക് വായിക്കാൻ വയ്യ. നോക്കിയാ 39-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട് ആരെങ്കിലും എടുത്തെങ്കിൽ. 19th verse. വായിച്ചു ഉണ്ടെങ്കിൽ വായിച്ചു. 39. എന്റെ മഹിമയെല്ലാം നിന്റെ മുമ്പാകെ കടക്കുവാൻ ഇടയാക്കും. I will make all my goodness pass before you. അത് അപ്പോഴാണ് നിങ്ങൾക്കും മനസ്സിലാകുന്നത് എന്തുവാണ് ഈ സംഭവിക്കുന്നത്. That is when you will know what is happening. Hallelujah. Hallelujah. Glory എന്ന് പറയുന്നത് God making his goodness, നിന്റെ മേൽ ദൈവത്തിന്റെ നന്മകളെ തരുന്നതാണ് ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. God making his goodness upon you is his glory. And goodness come over your life. നിന്റെ ജീവിതത്തിൽ അവന്റെ goodness and നന്മകൾ വരുന്നതിനെയാണ് ഈ ഗ്ലോറി എന്ന് പറയുന്നത്. God making his goodness come upon your life is glory. അതിനെ യേശു വന്നത്. That is why Jesus came. ഒരിക്കലും അങ്ങ് ഉയരത്തിലെങ്ങാണ്ട് ഇരുന്നത് എവിടെ കിട്ടാനാ നമ്മുടെ കയ്യിൽ? How else we would have received what is up കിട്ടണേ വലിയ there? വിശുദ്ധിയിലൊക്കെ ജീവിക്കണം. ആർക്കാണ്ട് നടക്കൂ. Is it possible to live such a ഇന്ന് holy യേശു life? വന്നത് അതിനല്ലേ, നിന്റെ അശുദ്ധിയെ കണ്ടോണ്ട് ഇവൻ ഇറങ്ങി വന്നത്.
Jesus came seeing your unholiness. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇത് വേറെ ലെവലിലേക്കാണ് യേശു നമ്മളെ കൊണ്ടുപോകുന്നത്. Jesus takes us to another level. ഇതിനകത്ത് രണ്ട് തലങ്ങൾ, ഒന്ന് സ്പിരിച്വൽ ഫോം ഉണ്ട്, മെറ്റീരിയൽ ഫോം ഉണ്ട്, ആത്മീയമായതുമുണ്ട്, ഭൗതികമായതുമുണ്ട്. So there are two things, spiritual form and material form. നമുക്കിന്ന് അറിയാമല്ലോ, നമ്മുടെ ഇന്നത്തെ നിങ്ങൾ വ്യക്തിപരമായിട്ട് എടുത്താൽ നിങ്ങളുടെ സകല റെക്കോർഡും നിങ്ങളെക്കാളും കൂടുതൽ മറ്റുള്ളവർക്ക് അറിയാം. ഇന്ന് നീ അങ്ങനെ നിന്റെ ഹൃദയഒരുക്കത്താല വന്നതെങ്കിൽ നീ ഇന്ന് ഇവിടുന്ന് ചിലത് എടുത്തോണ്ടേ പോകത്തുള്ളൂ. If you come here That is preparing my your word. heart, ഞാൻ പറയുന്ന കാര്യമാണ്, നിന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ട് ഇത് മാറുക. today will be a turning point in your life. ഈ നിന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ ഷിഫ്റ്റ് ഇന്ന് സംഭവിക്കുക. A shift is happening in your life വന്ന today. ദൈവത്തിന്റെ പ്രവൃത്തികളെ നോക്കുവീൻ. Come and see the works of the Lord. അവൻ മനുഷ്യപുത്രന്മാരോട് തന്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ. He is awesome in his doing towards the Who sons is of that men. God? ദൈവമര എലോഹിം. He is Elohim Father, God. Son and the Holy Spirit. Father, Son and the Holy Spirit. എലോഹിന്റെ പ്രവൃത്തികളെ കാണാൻ ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നീ വന്നതുപോലെ പോകത്തില്ല. If you come to see the works of Elohim, you will not go back the കാരണം same. എന്തോ, അവൻ പ്രവൃത്തിയിൽ ഭയങ്കരനാ. Because he is awesome in his doing towards men. അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ സാധാരണ മനുഷ്യൻ ചെയ്യുന്നത് പോലെ അല്ല ചെയ്യുന്നത്. അവൻ ദൈവം എങ്ങനെ പ്രവർത്തിക്കും അതേ സ്റ്റാൻഡേർഡിലാണ് അവൻ പ്രവർത്തിക്കുന്നത്. If he does something, he doesn't work according to human standards. How God would work, that is the standard in which he അതിന്റെ would work. പേരാണ് ഡോക്സ. മനുഷ്യരോട് ഡോക്സ ലെവലിൽ നിന്ന് പ്രവർത്തിക്കുന്നവനാ. He is a God who works in doxa level with men. എന്ന് ആഗ്രഹിക്കണം, എന്റെ കർത്താവേ എന്റെ ജീവിതത്തിൽ ആ ഡോക്സ ഇറങ്ങി വരട്ടെ. Let the doxa come down in my ആ life. മഹത്വം ഘനത്തോടു കൂടി എല്ലാത്തിനെയും ഉണ്ടാക്കുവാൻ കഴിയുന്ന മഹത്വം ഇറങ്ങി വരട്ടെ എന്റെ മേൽ. Let the glory which can create everything ഞാൻ come in all its നിനക്ക് weight. നാളെ 100 രൂപയുടെ ആവശ്യമുണ്ടെങ്കിൽ നിന്റെ അകത്തിരിക്കുന്ന ഡോക്സ കമ്മട്ടവുമായി വന്ന് നോട്ട് അടിച്ച് നിന്റെ ബാഗിൽ കൊണ്ടിടും. If you have a need of 100 rupees, the doxa in you is able to bring those notes into your account. എന്റെ വണ്ടിയുടെ 4 ടയറല്ല 5 ടയറും പോയിരിക്കുമ്പോ, At a time when all the 5 tires of my vehicle were gone. നടക്കുന്നൊക്കെ ഇന്നോവയില്ല, പക്ഷെ നൂല് വെളിച്ചാടി കമ്പി വെളിച്ചാടി തൊട്ടാ കൈ മുറിയുന്നത് പോലെ 5 ടയറും ഇരിക്കുന്നു. Even all my 5 tires of Innova were gone. It was in such a pathetic state. ആരോടും പറയാനൊക്കത്തില്ല, ആരും പക്ഷെ അറിയുന്നവൻ ഒരുവനുണ്ട്. But there was one person who knew my ഞാൻ need. നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരെണ്ണം ടയർ കാറ്റ് പോയി കഴിഞ്ഞിട്ട് നാണം കെട്ടാണ് അടുത്തിട്ട് ഓടിച്ചു കൊണ്ടുവന്ന് ഈ ഷെഡിനകത്ത് കയറ്റിയിടുന്ന പറഞ്ഞ് എന്റെ അക്കൗണ്ടിൽ ഡോക്സ പ്രവർത്തിച്ചു. When I was in such a dire need, doxa worked in my account. ആർക്കും എനിക്കും എന്റെ ഭാര്യയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ, എന്റെ കുഞ്ഞിനെ പോലും അറിയത്തില്ല. Only me and my wife knew, not even my പക്ഷെ child ഞങ്ങൾ knew. അറിയുന്നതിനേക്കാളും മുമ്പിൽ ഞങ്ങളുടെ കാര്യങ്ങളെ അറിയുന്ന ഡോക്സ, The doxa which knew our needs worked for us. ഒരിക്കൽ പോലും പുറമോട്ട് നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. When I have tasted his doxa. When I have tasted his doxa, I never had to look ഇന്ന് back. ഞാൻ നിങ്ങളെ ആ തലത്തിലോട്ട് കയറ്റി, നിന്റെ സകല ബുദ്ധിമുട്ടും എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്ത് വേണം യേശു കർത്താവിൽ തീർക്കും. I want to make you step into that level where God shall meet all your needs according to his riches and glory. പറയാനൊന്നും ഒത്തിരി ഉണ്ട്, എല്ലാം പറയാനൊക്കത്തില്ല. ഇഷ്ടം പോലെ അനുഭവങ്ങൾ, I've got so much of experiences to share. ഹല്ലേലൂയ. Hallelujah. എന്നാ കാര്യം എന്നറിയാം, ഡോക്സ Because of doxa. സ്പിരിച്വൽ ഫോമിലും മെറ്റീരിയൽ ഫോമിലും പ്രവർത്തിക്കും. God will work in spiritual form and കാര്യം material എന്റെ form. ദൈവം, എന്റെ എലോഹിം ദൈവം പ്രവൃത്തിയിൽ ഭയങ്കരനാ. Because he is awesome in his work towards me. ഇന്ന് വിശ്വസിക്കുന്നുണ്ട്, പറ നിന്റെ ശരീരത്തിനകത്ത് ഞുണങ്ങിനെ എടുത്ത് കളയാൻ പ്രവൃത്തിയിൽ അവൻ ഭയങ്കരനാണ്. He is awesome in his work. പിടിച്ചെടുത്തിട്ട് പറയും, എന്റെ ശരീരത്തിലെ ന്യൂനതകളെ പരിഹരിക്കുവാൻ പ്രവൃത്തിയിൽ ഭയങ്കരനായവൻ. God is awesome in his works to heal all my diseases. അതെ, അപ്പുറത്തിരിക്കുന്ന ആൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. അറിയാമെങ്കിൽ അറിയത്തില്ലെങ്കിൽ കൈവച്ചിട്ട് പറ, Pray for the എന്റെ person കർത്താവേ next to you. ആവശ്യമെന്ന് എനിക്കറിയത്തില്ല, I don't know പക്ഷെ his ഞാൻ need, പ്രാർത്ഥിക്കുകയാണ്, but I നീ want to പ്രവൃത്തിയിൽ pray. ഭയങ്കരൻ. You are a God who is awesome in his work. Pray for the person Hallelujah. next to you. Hallelujah. കൈയൊക്കെ പിടിച്ചിട്ട് പറ, കർത്താവേ Hallelujah. ഇവരുടെ വിഷയം Hallelujah. എന്തോ എനിക്കറിയത്തില്ല, I don't know പക്ഷെ their ഞാൻ ഒരു need. കാര്യം അറിയുന്നു, നീ പ്രവൃത്തിയിൽ ഭയങ്കരനാണ്. But I know that you are mighty in your works. വിളിച്ചു പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ നിന്റെ ബുദ്ധിയെ കെട്ടിയ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു പോട്ടെ. All bondages be broken here in Jesus' name. Hallelujah. വാകളെയൊക്കെ തുറന്നു പറ, ദൈവ മഹത്വത്തെ വെളിപ്പെടുത്താം. Till the glory of the Lord be revealed.
ദൈവമഹത്വം വെളിപ്പെടട്ടെ. God's glory will be revealed. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. May the glory of the Lord be revealed. Hallelujah. Hallelujah. ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. Pray, pray, keep praying for ശക്തമായി the person. പ്രാർത്ഥിച്ചേ. Pray aloud, pray കുറെ aloud. പേരിലേക്ക് അത് പകരപ്പെടട്ടെ. Glory to God. Glory to God. Glory to God. Glory to God. Hallelujah, 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 hallelujah. See, നിങ്ങൾ when you pray, കർത്താവേ എനിക്ക് കടമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കില്ല. When you pray, don't tell the Lord, Lord, I am in debt. കർത്താവേ എന്നെ ആയുസ്സിനെ നീട്ടി തരണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. Please don't pray, Lord, extend my life. Lord, do something that I can manifest your glory through my life. എന്റെ ജീവിതം കൊണ്ട് നിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ എന്റെ ജീവിതത്തിൽ ചെയ്യണം. Pray that, Lord, do something where I can reveal your glory through my life. മനസ്സിലായോ? കടം മാറ്റിയാനല്ല നീ പറയേണ്ടത്. എന്റെ ജീവിതത്തിൽ നീ പ്രവർത്തിച്ച് നിന്റെ മഹത്വം എന്നിൽ കൂടി മറ്റുള്ളവർ അറിയണം. Hallelujah. I want you to work in my life so that your glory will be revealed through my life. Hallelujah. നിങ്ങളുടെ കടബാധ്യത ദൈവത്തിന് മഹത്വമായിട്ട് തീരും. Your debt will not be a glory to God. അതുകൊണ്ടാ പറയേണ്ടത്, നീ എന്റെ ജീവിതത്തിൽ നിന്റെ മഹത്വത്തിന് യോഗ്യമായത് ചെയ്യണം. You must do something according to your glory in my life. Hallelujah. ചില പോഴന്മാര് പറയുന്നത് നിന്റെ ആരോഗ്യം ദൈവത്തിന് ഭയങ്കര സന്തോഷമാണ്. God loves to see you healthy. പോഷന്മാര് പറയുന്നതെല്ലാം കേട്ടേച്ച് പോവാന്ന് പറഞ്ഞിരിക്കരുത്. നിന്റെ ആരോഗ്യമാണ് ദൈവത്തിന്റെ വിഷയമാണ്. Your health is important to God. നീ ഏതെങ്കിലും അസുഖം പിടിച്ച് ചത്തുപോകുന്ന ദൈവത്തിന് സന്തോഷമുള്ള കാര്യമൊന്നും. God is not going to get glory if you're going to die of sickness. ദൈവത്തിന്റെ വിധിയല്ല. നീ പറഞ്ഞു നിന്റെ മേൽ ആവശ്യമില്ലാത്ത വിധി കൊണ്ടിരുന്നത്. Please don't bring unnecessary judgment upon your life. Who are you to judge you? നിന്നെ തന്നെ ഇത് നോക്കാൻ നീ ആരാണ്? Who are you to bring judgment upon yourself? Hallelujah. Hallelujah. നീ ഒന്ന് വിളിച്ചു പറഞ്ഞ് എന്നിൽ കൂടി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം. Through me God's glory should be revealed. എന്റെ ആരോഗ്യം ദൈവത്തിന്റെ മഹത്വം. My health is God's എന്റെ glory. ആയുസ്സാണ് ദൈവത്തിന്റെ മഹത്വം. My long life is God's എന്റെ glory. തലമുറ ദൈവത്തിന് മഹത്വമായി തീരുക. My wealth should become glory to എന്റെ God. കുടുംബം കൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. Through my family God should be glorious. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരും. If I pray this way, God's glory will descend. നിന്നെ ദീർഘായുസ്സ് കൊണ്ട് ദൈവം തൃപ്തി വരുത്തും. He will satisfy you with long life. ഇന്നത്തെ കാര്യം രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഫേസ്ബുക്ക് നോക്കിയാൽ അത് ഇതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കുകയോ പറയുകയോ ഒരിക്കലും നമ്മുടെ വാ കൊണ്ട് ഉച്ചരിക്കുകയോ ചെയ്യരുത്. Don't look at Facebook and speak unnecessary things. ഞാനതുകൊണ്ട് പറയുന്നത് വേദപുസ്തകം പോലും ചുമ്മാ വെറുതെ കണ്ണടച്ച് ഒരു ഭാഗം തുറന്നു വായിക്കരുത്. Please don't even read Bible blindly. ചർച്ചിലിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഡിവോഷൻ കിട്ടുന്നില്ലേ? ജസ്റ്റ് ഗോ ത്രൂ. നിന്നെ ഒരിക്കലും ഡിവോഷൻ നരകത്തിലേക്ക് കൊണ്ടുപോകത്തില്ല, നാശത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. All of you in church receive daily devotions. Read it. ഇന്നത്തെ ദിവസം ഡിസംബർ 2 കഴിഞ്ഞ ആഴ്ച ഞാൻ പറയേണ്ടിയായിരുന്നു മെസ്സേജ്, എങ്കിലും ആ മാസത്തിന്റെ ആരംഭത്തിൽ വരേണ്ടതായിരുന്നു. എങ്കിലും താമസിച്ചിട്ടില്ല. ഈ 8-ാം തീയതി നീ പിടിച്ചെടുത്തോണം. അടുത്ത തലത്തിലോട്ട് നീ കയറിപ്പിക്കണം. Catch hold of this message on this December 8 and go to the next level. ആമേൻ. നിങ്ങൾ നോക്കിക്കേ, യോഹന്നാൻ 9 കണ്ണ് കാണാത്ത ഒരുത്തനെ കണ്ടപ്പം യേശുവിനോട് ശിഷ്യന്മാര് ചോദിച്ചു, ഇവൻ ചെയ്ത തെറ്റുകൾ കൊണ്ടാണോ ഇവന്റെ അമ്മയപ്പന്മാരുടെ കുഴപ്പം കൊണ്ടാണോ ഇവൻ ഇങ്ങനെ കണ്ണ് കാണാതിരിക്കുന്നത്? യേശു പറഞ്ഞ എന്നാന്നറിയാമോ? ഇതൊന്നുമല്ല. അടുത്ത ആളോട് പറ, നീ വിചാരിക്കുന്നതൊന്നുമേ അല്ല. ഇപ്പം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം. Oh, when the blind man came, the disciples asked, is it because of his sins or his parents' sins? And Jesus said, it's none of this, that God's glory may be revealed. എന്താ SNDPയുടെ യോഗത്തിന് വല്ലതും പോകാൻ വന്നാന്നോ? കാണുന്നവരെ നമ്മൾ ചിന്തിക്കും ഈ പറയുന്നത് പോലെ കണ്ടില്ലേ, രണ്ടുപേരിൽ നിന്ന് അഭിപ്രായം പറയോ? അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ഒന്നുമല്ല. എടാ, നീ യേശുവിന്റെ കൂടെ കുറെ നാൾ നടന്നെങ്കിൽ ഇപ്പോഴും നിനക്ക് മനസ്സിലായിട്ടില്ല ഇവൻ എന്തിനാ കണ്ണുപൊട്ടനായിട്ടിരിക്കുന്നത്. അവർക്ക് യേശുവിന്റെ കൂടെ നടന്നവര് ചോദിക്കുക, ഇവൻ എന്തോ കണ്ണുപൊട്ടനായിട്ടിരിക്കുന്നത്, ഇവൻ എന്തോ പാപം ചെയ്തിട്ട് അല്ല പിന്നെ ഇവന്റെ കണ്ണു പോകും. Why is he blind? അല്ലെങ്കിൽ പിന്നെ ഇവന്റെ അമ്മയപ്പനെ എന്തോ പണി കാണിച്ചിട്ടുണ്ട്. He's done something or his parents have done something. യേശുവിന് വേണേ അതൊക്കെ പറയാം. ഇവന്റെ അമ്മയപ്പന്മാർ ചെയ്ത ഇവനും അതിന്റെ ബാക്കിയാണ്. യേശു പറഞ്ഞ ഒന്നുമല്ല, അതൊക്കെ അവിടെ കിടക്കട്ടെ. നീ എന്തോ തെറ്റ് ചെയ്തതല്ല, അവിടെ കിടക്കട്ടെ. ഇപ്പൊ നിന്റെ അമ്മേൽ മഹത്വം വെളിപ്പെടും. Now glory will be revealed through you. മനസ്സിലാകുന്നുണ്ടോ? നീ ചെയ്ത തെറ്റിന്റെ കണക്കെടുക്കാനല്ല യേശു വന്നത്. നീ ചെയ്ത തെറ്റിന്റെ കണക്കിന്റെ മേൽ അവന്റെ മഹത്വത്തെ വെളിപ്പെടുത്തും.
God's glory will be revealed even over the mistakes you've ഇന്ന് done. രാവിലെ വിശ്വസിക്കുന്ന പറ, നീ ചെയ്തത് മുഴുവൻ ആർക്കും നിരക്കാത്ത തെറ്റുകളാ ചെയ്തെങ്കിൽ അതിന്റെ മേൽ അവന്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. Even if you've done mistakes, God's glory will be revealed over it. അതാ റോമർ 5-ാം അധ്യായത്തിന്റെ അവസാനം എഴുതിയിരിക്കുന്നത്, നീ വിചാരിച്ചു കൂട്ടിവെച്ചിരിക്കുന്ന പാപത്തെ മറയ്ക്കുന്ന കൃപയാണ് ഇറങ്ങി വന്നത്. Grace that covers all your sins has come down to us. 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, അവസാനത്തെ വാക്യം വായിച്ച്. Romans 5:21. നോക്കിയേ, പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം, നീ അതിന്റെ തൊട്ട് മുകളിലത്തെ 20-ാമത്തെ വാക്യം വന്ന് തോന്നുന്നു, പെരുകിയെടുത്ത്, എങ്കിലും പാപം പെരുകിയെടുത്ത് നിന്റെ മേൽ പാപം പെരുകിയും കൊണ്ടെങ്കിൽ അതിനെ മറയ്ക്കുന്ന കൃപയെ ഇറക്കിക്കൊണ്ടുവന്നത്. If sin has abounded in you, grace that far abounds has come upon you. 2 ദിവസം ചർച്ച വന്നിട്ട് പിന്നെ വരത്തില്ല. 2 days you've come to church and കൃപ don't come. പോയിട്ട് എന്താന്ന് പറയാൻ, നീ കൃമിയായിട്ടിരിക്കത്തേ ഉള്ളൂ. You will not even taste his grace. കൃപയാണെങ്കിൽ പാ കിട്ടണമെങ്കിൽ പിന്നെ വരണം, പായ് എടുത്തോണ്ട് ഇവിടെ. If you want more grace, you must come again. പാ കിട്ടി കഴിഞ്ഞാൽ ഇവിടെ കിടന്നോണം. And then you must sleep here. നീ എന്ന് പറഞ്ഞിട്ട് കൃമിയായിട്ട് പുറത്തോട്ട് പോവാ. പിന്നെ Don't keep saying grace and then go out like a worm. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കത്തില്ല. പിന്നെ എന്താ മനസ്സിലായത്? ഈ ആഴ്ച വന്നപ്പോ മനസ്സിലായത്. This week I understood the first alphabet. ഇത്രയും നാളെ ഇരുന്നിട്ട് നിനക്ക് മനസ്സിലായോ നിന്റെ പാപത്തിന്റെ ബഹുത്വത്തെ മറയ്ക്കുന്ന അവന്റെ കൃപയുടെ ശക്തി? Do you understand the power of his grace that covers the multitude of your sins? അതുകൊണ്ട് കണ്ണുപൊട്ടന്റെ കണ്ണു തുറന്നു. That's why the blind man received പോയിട്ട് നാളെ sight. വരുമ്പോ ഇവൻ വല്ല മാറ്റം ഉണ്ടെങ്കിൽ കൊടുക്കാമെന്നാണ് പറഞ്ഞു. യേശു വല്ലതും നോക്കിയോ? Jesus did not look at his mistakes. ദൈവമഹത്വം വെളിപ്പെടുത്താൻ വന്നവൻ നിന്റെ അകത്ത് ഈ ടോക്സായി വെച്ചു തരും. The Lord who came to reveal his glory has kept his doxa in you. ഞാൻ അവിടെ ഈ 9-ാം അധ്യായം വായിക്കുമ്പോൾ ഞാൻ തന്നെ കർത്താവിനോട് നീരസപ്പെട്ടിട്ടുണ്ട്. കണ്ണുപൊട്ടനോട് ഷീലോഹ കോളേജിൽ പോയി ഇറങ്ങി കണ്ണു കഴുകാൻ പറയാൻ എന്റെ കർത്താവ് ഭയങ്കര അക്രമമല്ലേ ചെയ്യുന്നത്. I used to ask God, how can you ask a blind man to go ഷീലോഹ to the കുളം pool എന്ന് of പറയുന്നത് Siloam and നമ്മുടെ wash his ഇവിടുത്തെ eyes? കുമ്മനത്തെ കുളം പോലൊന്നും അല്ല ഇരിക്കുന്നത്. കിണർ പോലും സാധനം, കൽപ്പടവുകൾ ഇറങ്ങി ചെന്ന് താഴെ വെള്ളം കിടക്കുന്നത്. അവിടെ പോയി കണ്ണു കഴുകണം. ഈ കണ്ണു കാണാൻ വയ്യാത്തവരോട് പറയാം, നീ അവിടെ പോയി കണ്ണു കഴുകാൻ. The pool of Siloam is like a well. You have to go down many steps into the pool. How can a blind man go there? കാണത്തില്ല. He cannot see anything. കാര്യം എന്നാ പറയാ, ചേറോട് തേച്ച് വെച്ചേക്കുവാ. Because even mud is pasted on his eyes. മണ്ണ് തുപ്പി കുഴച്ച് ചേർന്ന് തേച്ചു. ഈ കണ്ണു അവൻ നേരത്തെ കണ്ണുപൊട്ടന, ഇപ്പൊ എങ്ങനെയാക്കി? കണ്ണുപൊട്ടനാക്കി ഇവനെ. He was already blind, now he's double blind. എന്ന് പറഞ്ഞ മനുഷ്യ, നിന്റെ എഫേർട്ടിൽ നീ ഒന്നും ഉണ്ടാക്കരുത്. Which means, man, you cannot do anything in your efforts. സൗഖ്യമാകുന്ന എങ്ങനെയാണെന്നറിയാമോ? ഇവന്റെ വാക്ക് അവൻ കേട്ടു. How did he get healed? He heard his word. ചിന്തിച്ചില്ല ഞാൻ എങ്ങനെ ഇറങ്ങിപ്പോ, ആരെന്നെ കൊണ്ടുവന്നു, അവൻ ചിന്തിക്കാൻ പോയില്ല. He did not begin to think how will it be ഇന്നും നീ possible. കുടം പിടിക്കാത്തതിന്റെ കാര്യം നീ ചിന്തിച്ചോണ്ട് അവിടെ ഇരിക്കുക. You are still thinking. ഇവന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ നീ എന്നേ സുഖമാകേണ്ടതാണ്. If you work according to his word, you would have been healed long back. ഒരു പോർഷൻ എടുത്ത് വെച്ച് കമന്റ് മാന്ത്രി ഹെൻറി കമന്ററി, ആ കമന്ററി, ഈ കമന്ററി അവര് പഠിപ്പിച്ച നിന്റെ പ്രൊട്ടസ്റ്റന്റ് തിയോളജിയൻസിന്റെ സാധനം വെച്ച് നീ കളിക്കുന്നത് കൊണ്ടാണ് നിന്റെ വീട്ടിനകത്ത് ഇതുവരെ ഒന്നും നടക്കാത്തത്. You are still playing with Protestant theology. That is why nothing is happening in your life. ഏതോ മതപണ്ഡിതന്മാർ ഉണ്ടാക്കി വെച്ചതിന്റെ അപ്പുറത്തായി യേശു നിന്നെ സ്നേഹിക്കുന്നെന്ന് മനസ്സിലായ അതിന്റെ അപ്പുറത്ത് ഒരു തിയോളജിയും ഇല്ല. Beyond all what theologians speak, if you know Jesus loves you, there is nothing beyond it. സ്നേഹിക്കുന്നു. Jesus loves you. അവന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെടുത്തുന്നു. And he wants to reveal his glory through you. അത് മനസ്സിലാതെ സിമ്പിൾ. That is very simple. ലളിതമായ കാര്യം. That is a simple thing. എത്ര വലിയ കുറ്റക്കാരനാണെങ്കിലും അവന്റെ റേഡിയന്റ് ആയത്, അവന്റെ തേജസ് ഉള്ളത് നിന്റെ മേൽ തരാൻ അവൻ ആഗ്രഹിക്കുന്നു. He wants to give his radiance to you. I don't know when this meeting will be over, but take something from ഇന്നത്തെ ഇതിനകത്ത് നീ എന്തെങ്കിലും പിടിച്ചെടുത്തോണം. ആമേൻ, ഹല്ലേലൂയ. അവന്റെ സ്പ്ലെൻഡർ നിന്റെ മേൽ വരും, ശോഭ നിന്റെ മേൽ ഇറങ്ങുക. His splendor should come upon you. അവന്റെ ഓണർ, അവന്റെ ആദരവ് നിന്റെ മേൽ ഇറങ്ങിയാണ്. His honor is coming അവന്റെ upon you. പ്രസ്റ്റീജ്, അവന്റെ ബഹുമാനം നിന്റെ മേൽ ഇറങ്ങിയാണ്. His honor is coming അവന്റെ upon you. റെക്കഗ്നീഷൻ, അവന്റെ അംഗീകാരം നിന്റെ മേൽ ഇറങ്ങിയ മക്കളെ. His recognition is coming upon you. ഈ ഡോക്സയ്ക്കകത്തോണ്ട് നീ ഡോക്സൈന്ന് പിടിച്ച ഇത് മൊത്തം നിന്റെ മേല.
This is all there in his doxa. It is ദൈവത്തിന് yours. എന്തെല്ലാം ഉണ്ട്? ദൈവം എന്തെല്ലാം ഉള്ളവനാണോ അത് മുഴുവനും നിന്റെ മേൽ തരാൻ അവൻ ആഗ്രഹിക്കുക. God wants to give you all that he is. And all of his wisdom, all of his power, all of his majesty, all of his wealth, all of his strength, all of his authority, അവന്റെ അധികാരവും അവന്റെ എക്സലൻസും അവന്റെ ഹോളിനെസ്സും എല്ലാം നിന്റെ മേൽ തരിക. Amen, 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 amen. Today is that day. Amen. നീ പിടിച്ചെടുക്ക This is the day to catch hold of അവന്റെ it. അധികാരം, His authority അവന്റെ മേന്മ, and his goodness, അവന്റെ ജ്ഞാനം, അവന്റെ his ശക്തി, wisdom, his അവന്റെ power, സമ്പത്ത്, his wealth. അവൻ എന്താണോ അത് മുഴുവൻ നിന്റെ മേൽ തരുക. What he is, he's giving it to you. ഇപ്പൊ ക്രിസ്തയേശുവിലുള്ളത് മുഴുവൻ എടുത്ത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ തരിക. Whatever is there in Christ, Holy Spirit is giving it to you. ഒരു പോർഷൻ കൂടെ നമുക്ക് നോക്കാം. മോശയുടെ മക്കളുടെ പേരുകളൊന്ന് ശ്രദ്ധിച്ചോ. 18-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിന്റെ 3-ാമത്തെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. Exodus 18:3 and 4. ഞാൻ അന്യദേശത്ത് പരദേശിയായെന്ന് അവൻ പറഞ്ഞുകൊണ്ട് അവരിൽ ഒരുത്തന് ഗേർഷോം എന്ന പേർ. എന്റെ പിതാവിന്റെ ദൈവം എനിക്ക് തുണയായി എന്നെ ഫറവോന്റെ വാളിങ്കൽ നിന്ന് രക്ഷിച്ചു എന്ന് അവൻ പറഞ്ഞതുകൊണ്ട് മറ്റവന് ഏലിയാസർ എന്ന് പേർ. എലിയാസർ. 2 പേരുകളാണ് കാണുന്നത്. മോശയ്ക്ക് 2 പിള്ളേരായിരുന്നു. സിപ്പോറാണ് മോശയുടെ ഭാര്യ. ഗർഷോം എന്ന് പേരിടാൻ കാര്യം എന്തുവാ? ദൈവം എന്നെ അന്യദേശത്തു നിന്ന് ദൈവം എന്നെ വിടുവിച്ചു, അല്ലേ? അന്യദേശത്ത് പരദേശിയായി എന്ന് പറഞ്ഞുകൊണ്ട് അവനിൽ ഒരുത്തന് ഗർഷോം എന്ന പേര്. രണ്ടാമത്തെ പേരെങ്ങനെ ഇട്ട്? ദൈവം എന്നെ സഹായിച്ചു. എൽ എസർ എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് മൈ ഹെൽപ്പ്, അല്ലേ? ദൈവം തുണയായി. അന്യദേശം എന്റെ ദേശം എന്ന് പറഞ്ഞിരുന്നില്ല. അന്യദേശം പരദേശം, എന്റെ ദേശമല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഗർഷോം എന്ന പേരിട്ട്. Exodus 18, we read Moses had 2 sons from his wife Zipporah, and the name of the firstborn was Gershom, which means I have been a stranger in a foreign land, and the second son's name was Eliezer, which means God was my help. ഇവിടെ നോക്കിയേ, അന്യദേശത്ത് എങ്ങനെ ഇരിക്കണം? How should you be in a foreign land? പരദേശമായിട്ടിരിക്കണം. കാര്യം Like എന്റെ a stranger, because എന്റെ that's not ദേശമല്ല. mine. This is not my land. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു പേര് വരിക. That's when a name comes. അടുത്തത് എങ്ങനെ? ദൈവം എനിക്ക് തുണയായി. God is my help. ഫറവോന്റെ വാളിൽ നിന്ന് എന്നെ രക്ഷിച്ചു. Save me from the sword of Pharaoh. അപ്പൊ ഇവൻ ആരെയാ കാണുന്നത്? Now who is he തുണയായവനെ saying? കാണുക, രക്ഷിച്ചവനെ കാണുക, വിടുവിച്ചവനെ കാണുക. He's seeing his helper. ഇന്ന് രാവിലെ വിശ്വസിക്കാൻ നിന്നെ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ചവനെ നീ കാണണം. You must see the one who has helped you. നിന്നെ ആ റോങ് റിലേഷൻഷിപ്പിൽ നിന്ന് വിടുവിക്കുന്നവനെ നീ കാണണം. You must see the one who redeems you ശത്രുവിന്റെ from കയ്യിൽ wrong നിന്ന് നിന്നെ relationship. വിടുവിക്കുന്നവനെ കണ്ടിട്ട് പറയണേ, എന്റെ എലയാസറാണ് ഇവൻ. ഗോഡ് ഈസ് മൈ ഹെൽപ്പ്. You must see God as your help. ആമേൻ. ഫറവോന്റെ ശക്തിയേക്കാൾ വലിയ ശക്തിയല്ലേ ദൈവത്തിന്റെ ശക്തി? God's strength is greater than Pharaoh's അത് കൊടുത്ത strength. പുറത്തു കൊണ്ടുവന്നു. And that is how he brought you out. 430 വർഷമായി എങ്ങനെ പോയി? കാര്യം ഇവരുടെ ഇപ്പൊ എന്ത് ചെയ്തു? ദുബായിലൊക്കെ ചെയ്യുന്നത് പോലെ വേണമെങ്കിൽ ലീസിന് സ്ഥലം വാങ്ങിച്ചു, വീട് വാങ്ങിച്ച് അവിടെ താമസിക്കാം. മനസ്സിലാകുന്നുണ്ട്. ഇന്നൊരു ബോധ്യത്തോടു കൂടി ഇരിക്കണം. നീ ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ശക്തമായിരിക്കണം. Your vision about the Lord should be strong. അതുകൊണ്ട് ഫറവോന്റെ ശക്തിയേക്കാൾ വലിയ ശക്തി തന്നവനായതുകൊണ്ട് ഞാൻ ഇവനെ എലിയാസർ എന്ന് പേരിടുക. Because God has given me a greater power than that of Pharaoh, I name him Eliezer. പറഞ്ഞത് കൊണ്ട് ഇങ്ങനെയൊക്കെ ഇട്ട് വിളിക്കുന്നത് കൊണ്ടാണ് നീ പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. And because you named your children this way, you are coming out. അങ്ങോട്ട് ഫറവോന്റെ അടുക്ക പോകാൻ വല്ല ധൈര്യമുണ്ടോ? നിനക്ക് ധൈര്യം വരുന്നു ഇങ്ങനെയാ. This is how you're becoming how strong. you can build your courage. നിന്റെ കറേജ് നിന്റെ അകത്തിരിക്കുക. എങ്ങനെയാണ് അതിനെ ഒന്ന് ശക്തിപ്പെടുത്തുന്നത്? How can you strengthen your courage and confidence? എബ്രായർ 13:6 ഇതൊക്കെ വായിക്കുന്ന പറഞ്ഞ രോമാഞ്ചനം, നിന്റെ രോമം എഴുന്നേറ്റ് നിൽക്കണം. എബ്രായർ 13:6 കർത്താവ് എനിക്ക് തുണ, The Lord is ഞാൻ my help. പേടിക്കുകയില്ല. I shall not be afraid. ഇന്നത് രാവിലെ വിട്ടിരുന്ന് പറഞ്ഞ് എന്റെ കർത്താവ് എനിക്ക് തുണയായതുകൊണ്ട് ഞാൻ പേടിക്കത്തില്ല. The Lord is my helper, I shall not fear. മനുഷ്യൻ എന്നോട് എന്നാ ചെയ്യാനാ? What can man do to me? ഇന്ന് നീ മനുഷ്യനെ പേടിച്ച് വീട്ടിലിരിക്കുക. Today you're afraid of men and sitting at ഇവിടെ home. പറയാം, ദൈവം എനിക്ക് തുണയാണെങ്കിൽ മനുഷ്യൻ എന്നോട് എന്നാ ചെയ്യാനാ? If God is my helper, what can man do to me? ഞാൻ വളരെ ധൈര്യത്തോടെ പറയുന്നത്, മനുഷ്യൻ എന്നെ എന്നാ ചെയ്യാനാ? What can man do to me? I know who is my company. എന്റെ കമ്പനി ആരാണെന്ന് എനിക്കറിയാം. I know who is my company. Hallelujah. Hallelujah. അതുകൊണ്ട് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഗർഷോം എന്ന് പറഞ്ഞ എന്താണ് ഗർഷോം? What does Gershom mean? ഇപ്പൊ ഉള്ള അവസ്ഥ അല്ലെന്ന്.
This is not my real estate. ഇപ്പൊ നീ പറയാം അവിടെ നിന്നോണ്ട് പറയാം ഗർഷോം എന്ന് പറഞ്ഞ ഇപ്പോൾ ഉള്ള അവസ്ഥയല്ല, എനിക്ക് ദൈവരാജ്യത്തിന്റെ മഹത്വം കാണണം. It is not what I'm going through right now. I want to see the glory of the kingdom of ഇവിടെ God. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പരദേശിയായിട്ട് പാർക്കുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ഉള്ളത് അത് ഇവിടെ എനിക്ക് കാണണം. Here I am a stranger, but what is there, I want to see it അത് here. യേശു കർത്താവ് പഠിപ്പിച്ച പറയാം, അവിടുത്തെ രാജ്യം അവിടെ ഇരിക്കാനുള്ളതല്ല, അവിടുത്തെ രാജ്യം ഇവിടെ വരണം. That is what Jesus taught us. Your kingdom അങ്ങയുടെ come. ഇഷ്ടം അവിടെ ഇരിക്കാനുള്ളതല്ല, അങ്ങയുടെ ഇഷ്ടം പോലെ ഇവിടെ ഇത് കാണണം ഞങ്ങൾക്ക്. Your kingdom come and your will be done as it is in heaven. ഞാൻ പറഞ്ഞില്ലേ ഈ ചാണക്യപുരി, ഞാൻ ഡൽഹിയിൽ താമസിച്ചതിന് അടുത്തായിരുന്നു ചാണക്യപുരി. നല്ല രസം ആ വഴിയിൽ കൂടി പോകാൻ. രണ്ട് സൈഡിൽ എംബസികളാണ്. അത് അമേരിക്കൻ എംബസിയുടെ അവിടെ എപ്പോഴും ആൾ കാണും. കാര്യം അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി താകുത്താനും ഇതിനു വേണ്ടിയല്ല ഇതിനൊക്കെ വേണ്ടി വരുന്നതല്ലേ. അപ്പോൾ അവിടെ ഇങ്ങനെ അമേരിക്കൻ ഏത് എംബസി എടുത്തില്ല, അമേരിക്കൻ എംബസി കുറച്ചുകൂടെ ഭംഗി. അമേരിക്കൻ എംബസിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അമേരിക്കൻ എംബസി ഇരിക്കുന്ന ഇന്ത്യയിലാണെങ്കിലും അതിനകത്തുള്ളത് മുഴുവനും അമേരിക്കൻ സിസ്റ്റമാണ്. Just as American embassy has American system working, although it exists in India, അവരെല്ലാം ഇവിടെ സ്ട്രേഞ്ചേഴ്സാ. they are all strangers in this അവർക്ക് ഇവിടുത്തെ land. ആൾക്കാരുമായിട്ടൊന്നും ബന്ധമില്ല. അവരുടെ no വണ്ടിയുടെ connection. നമ്പർ പോലും CD എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് വെച്ചാൽ കോർ ഓഫ് ഡിപ്ലോമാറ്റ്. CD നമ്മുടെ വല്ലാണ്ട് KL3 3 5 10 ഇരിക്കുമല്ല. Even their vehicle numbers are different because they're diplomats. ഇടിച്ച് എല്ലാം കൂടെ ചളിക്ക് വെച്ചിരിക്കുന്ന വണ്ടിയൊന്നും അല്ല അവന്റെ ഇരിക്കുന്നത്. അവന്റെ കോർ ഓഫ് ഡിപ്ലോമാറ്റ്. അവൻ പോകുന്ന വണ്ടി കണ്ടാൽ അറിയാം ഇത് എംബസിയുടെ ആളാണ്. The number plate of the vehicle shows that this person belongs to the embassy. ഹല്ലേലൂയ. Hallelujah. കാര്യം അവന്റെ ഫുഡ് എങ്ങനെ ഇന്ത്യയിൽ ഇവിടെ ഇരിക്കുന്നല്ല ചപ്പാത്തിക്കകത്ത് ഇങ്ങനെ എന്താ പിക്കിൾ വെച്ചാൽ ഇങ്ങനെ കടിച്ചു പറിച്ച് തിന്നു വന്നു അവന്. Even his food is different. നോക്കിയേ ഡൽഹിയിൽ ഇരിക്കുന്ന ഓരോ മക്കാൻ റൊട്ടി കപ്പട മക്കാൻ റൊട്ടി എന്ന് പറഞ്ഞ് നീ കരയത്തില്ലേ ഓരോമാര് റോഡ് സൈഡിലേക്ക് അങ്ങനെ ഇരുന്ന് കരയുന്നവന്മാരാണ് അവിടെ. നല്ലല്ലോ കണ്ടില്ലേ അവിടെ ഇരിക്കുന്നത് എങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയേ. അവരിയ്ക്കുന്നത് അവന്റെ രാജ്യത്തിന്റെ പ്രൗഢിയിൽ അവനിരിക്കുന്നത്. He stays there in the splendor of his own country. ഇല്ല അവരുടെ പാസ്പോർട്ട് കണ്ടില്ലേ. Even look at his passport. പാസ്പോർട്ടൊക്കെ കാണുന്ന പറഞ്ഞ് നമ്മൾ തന്നെ അയ്യോ ഇതൊന്നും ആക്കാൻ വേണ്ടി ഇവിടെ എല്ലാ പുള്ളികളും അവിടെ പരിശ്രമിക്കുക. ഇങ്ങനെ US സിറ്റിസൺ ആയാൽ മതി. അവർക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ എല്ലാം ശ്രദ്ധിച്ചേ. The protection എവിടെ that they give, താമസിക്കുന്നത് അന്യദേശത്ത്. they are in another land. അവർക്കറിയാം അവരുടെ ലാൻഡ് അല്ല ഇത്. They know it's a foreign land. നിങ്ങൾ ശ്രദ്ധിച്ച് അമേരിക്കൻ എംബസി ഇരിക്കുന്നവരോട് ചോദിക്കുക നിങ്ങളുടെയാന്ന് പറഞ്ഞല്ലേ ഞങ്ങൾ ഇവിടെ തൽക്കാലത്തേക്ക് വന്നു. നമ്മളും അതുപോലെയാണ്. That is how we should be here. നമ്മൾ പറയണ ഇവിടെ താമസം പക്ഷേ സ്വർഗത്തിലുള്ള സകലതും ഇവിടെ വരണം. I am here, but everything is in heaven should come here. മനസ്സിലായാൽ സ്വർഗത്തിൽ മഹത്വം ഉണ്ടെങ്കിൽ ഇത് നിന്റെ വീട്ടിനകത്ത് നിന്റെ ജീവിതത്തിൽ ആ മഹത്വം കാണണം. If we understand the doxa glory, what is in heaven should come into my life and my home. ഞാൻ പരദേശിയാൻ പറഞ്ഞു ഒന്നുമില്ലാതെ ഇങ്ങനെ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് നടക്കുകയല്ല. Don't ever walk around like a beggar in a foreign land. പാസ്റ്ററെ എങ്ങനെ വല്ലതും നടക്കുമോ? നിന്റെ ജീവിതം കൊണ്ട് കാണിച്ച ദൈവത്തിന്റെ ഡോക്സായ Show the doxa of God with your life. കൊലോസ്യർ 3-ാം അധ്യായത്തിന് 1-3 വരെ ഒന്ന് പെട്ടെന്ന് വായിച്ചേ. Colossians 3:1-3. ഇന്ന് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. ജീവിതം കൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വർത്തമാനം പറഞ്ഞ് കൊളമാക്കല്ലേ. If you can't show it through your life, please don't talk too much. ആരോട് ഈയിടെ പറയുന്നോട്ടോ നിങ്ങളുടെ ചർച്ചിനകത്ത് പഠിപ്പിക്കുന്നല്ലോ സുവിശേഷം പറയല്ലെന്ന്. പൂച്ചേട്ടൻ പറയല്ലെന്നല്ല ഞാൻ പറയുന്നത്, നീ ജീവിച്ച് കാണിക്കണം സുവിശേഷം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഷോർട്ട് ഹാൻഡിൽ എഴുതി പെട്ടെന്ന്. എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കും. എന്തോ ചിന്തിക്കാനാ പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞതാണോ? എടാ കുഞ്ഞെ, നീ ഇവിടെ ഇരിക്കുമ്പോ തന്നെ നീ ഇവിടെ അന്യദേശത്ത് നീ ഇരിക്കുമ്പോ നിനക്ക് എന്താണ് നീ മുകളിൽ കാണുന്നത് അതുപോലുള്ളത് നീ ഇവിടെ അന്വേഷിച്ചോണം. While you are seated here on a strange land, you must seek those things that are above. ക്രിസ്തേശുവിനോട് ഉയർത്തെഴുന്നേറ്റ് നിനക്ക് ആദ്യം ബോധം വരണം. First of all, you must have the right understanding that you are raised with Christ. പാപിയ ഗോപിയ എന്ന് പറഞ്ഞിരുന്ന നീ നിന്റെ ജീവിതമേ ഗോപിയായി പോകും. ഗോപി. Are you still thinking that you are a sinner? എല്ലാ യേശുവിന്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്ത് കഴുകിയതാണ് ചിന്തിച്ചാൽ അവൻ ഇരിക്കുന്ന ഇടത്തിലേത് നീ ചിന്തിക്കാൻ തുടങ്ങും. If you think that you are washed and redeemed by the blood of Jesus, you will begin to seek those എവിടെ things. ഇരിക്കുന്ന പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ആ വലത്തുഭാഗത്തിരിക്കുന്ന മഹത്വത്തിന്റെ എനിക്ക് വേണം. What is there? The splendor that is at his right hand, I need it. Today I am seeking. I am in search of that. ഞാൻ അത് അന്വേഷിക്കുകയാണ്. I am seeking and I am searching for those things. രണ്ടാമത്തെ വാക്യം കാണിച്ചു. രണ്ടാമത്തെ വാക്യം. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ. നമ്മൾ ഇരിക്കുന്ന ഭൂമിയിലാണ്. We are on the earth. നമ്മൾ ഭൂമിയിൽ ഇരിക്കുമ്പോൾ എന്താണ് അതിന്റെ കാര്യം? നമ്മൾ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഉയരത്തിലുള്ളത് നമ്മൾ അന്വേഷിക്കണം. Set your mind on things above, not of
things on the earth. മൈൻഡ് ഓഫ് ഹെവൻ വരണമെന്ന് എന്ന് വെച്ചാൽ മുകളിലുള്ള അത് ഇവിടെ നിന്ന് ചിന്തിക്കണം. What is there in heaven, that is what you must think here. ഹല്ലേലൂയ. Hallelujah. പരദേശിയൊക്കെയാണ്. You are a stranger. പരദേശിയാന്ന് പറഞ്ഞ് പാത്രം എടുത്തോണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റില്ല. പരദേശി ആയിരിക്കുമ്പോൾ ഉയരത്തിലുള്ള എനിക്ക് ഇവിടെ വരണം. When you are a stranger, what is above should come here. അതിന്റെ കാര്യം നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ, അതുകൊണ്ട് അവിടുത്തെ ഇവിടെ വരണം. Because you died and your life is hidden now with Christ in God, and so what is there should come. ഉയരത്തിലുള്ളത് ചിന്തിക്കുക. Set your mind on things above. ഹല്ലേലൂയ. കുഴപ്പം എന്താ കുഴപ്പം? കുഴപ്പം എന്താ? ഇവിടുത്തെ കാര്യമാണ് ചിന്തിക്കുന്നത് എപ്പോഴും, അവിടുത്തെ ചിന്തിക്കത്തില്ല. The problem is we are always thinking about things on the earth. അതുകൊണ്ട് ഡോക്സ ഇല്ല, അതുകൊണ്ടില്ല, that's why ഈ മഹത്വം കാണാൻ പറ്റുന്നില്ല. No doxa. എന്താണ് എലിയാസർ? എലിയാസർ എന്താ? What is Eliezer? എലിയാസർ മീൻസ് നീ അവിടുത്തെ ചിന്തിച്ച ഇവിടെ അത് കാണാൻ തുടങ്ങും. When you begin to think about things there, you will begin to see it അപ്പൊ here. നിനക്ക് ബന്ധനങ്ങളില്ല. Then you don't have bondages. Your relationship with the people, നിന്റെ കൂടെ ഇരിക്കുന്ന സഹോദരങ്ങളോട് എല്ലാം നിനക്ക് നല്ല ബന്ധമാ. It's leading you to abundance because you are delivered from the hands of Pharaoh. നീ ഇവിടെ കിടക്കുന്ന പങ്കപ്പാട് നിന്റെ ബുദ്ധിമുട്ടിനകത്തുനിന്ന് എല്ലാം നീ കാല് വെച്ച് ഇറങ്ങുന്ന ഇവിടെ സമൃദ്ധിയിലേക്ക്, You are abundanceലേക്ക്. stepping into abundance. ഹല്ലേലൂയ. ഇന്ന് ഈ മൈൻഡ് ഓഫ് ഹെവൻ ഉള്ളവർക്ക് സമൃദ്ധി കാണാൻ പറ്റത്തുള്ളൂ. Only those who have a mind of heaven will see abundance. 1 കൊരിന്ത്യർ 2:16 മൈൻഡ് ഓഫ് ഹെവൻ എന്നല്ല പറഞ്ഞ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. 1 Corinthians 2:14 mind of Christ. മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് കാണണം. ഹല്ലേലൂയ. അത് ഓപ്പറേറ്റ് ചെയ്യണം. You must operate in it. ഹല്ലേലൂയ. Hallelujah. അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ്. It is required that you operate in the mind of Christ. Glory to Lord. ഹല്ലേലൂയ. ഇന്ന് രാവിലെ വിശ്വസിച്ച് എനിക്ക് തന്നിരിക്കുന്നത് സ്വർഗീയമായ ചിന്തകളാണ്. What is given to me is heavenly thoughts. ഹല്ലേലൂയ. Hallelujah. സ്വർഗീയ ചിന്തയുള്ളതുകൊണ്ട് ഞാൻ സ്വർഗത്തിലെ മുഴുവൻ ഇവിടെ കാണും. And so everything in heaven I will see here on earth. നിത്യതയിലുണ്ട്. ഞാൻ മരിച്ചിട്ട് നിത്യതയിലോട്ട് ഒത്തിരി പുള്ളികൾ ഇങ്ങനെ പറയുന്നത് നിത്യതയെ വെച്ച് നമുക്ക് കാണാം. ഇവിടെ വെച്ചു നമ്മൾ ഒരു കാര്യം വിശ്വസിക്കും, നമ്മൾ നിത്യതയുടെ ആൾക്കാരാ. We are people of eternity. താൽക്കാലികമായി ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ നിത്യതയുടെ ആൾക്കാരാണ്. അവിടെ ഉള്ളതല്ല ഇവിടെ കാണണം. We are people of eternity. What is there should We be seen here. come from above. നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങോട്ട് തൽക്കാലത്തേക്ക് വന്നവരാ. We are people who coming from above here for a temporary ഇവിടെ നമുക്കൊരു period. വാസസമയമുണ്ട്. ആ വാസം നമ്മൾ അവിടുത്തെ കാര്യം ഇവിടെ കാണിക്കാൻ വേണ്ടി നിൽക്കുന്നവരാ. We have a period here to show those things നമ്മൾ here. മുകളിൽ നിന്ന് വന്നതുകൊണ്ട് മുകളിലെ ശക്തിയെ കാണിക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ചവരാ. Because we've come from above to reveal His glory and power. We are ഉയരത്തിലെ ശക്തി, appointed. പവർ ഫ്രം ഹയർ. ഈ Hallelujah. ദൈവത്തിന്റെ ശക്തിയും കൊണ്ട് വന്നിരിക്കുന്നത്. പവർ ഓഫ് ഗോഡ് എവിടെ ഇരിക്കുന്നത്? നമ്മളിലായിരിക്കുന്നത്. That same power of God is in us right now. ഉയരത്തിലെ ശക്തി നമ്മുടെ അകത്താ തന്നിരിക്കുന്നത്. The power from above is in us. മൺപാത്രത്തിനകത്ത് ഉയരത്തിലെ ശക്തി വെച്ചിരിക്കുക. And this is in earthen vessels like ഹല്ലേലൂയ. us. ഫറവോൻ മോശയോട് പറഞ്ഞു, ഇനി നീ എന്റെ മുഖം കാണത്തില്ലെന്ന് പറഞ്ഞു. Pharaoh told Moses that you shall not see my face again. അപ്പൊ മോശ പറഞ്ഞു, ഇനി നിന്റെ മുഖം ഞാൻ കാണാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. Moses said, I don't want to see your face കാര്യം again. ഞാൻ എന്റെ കർത്താവിന്റെ മുഖം കണ്ടതാ. Because I've ഇനി seen നിന്റെ മുഖം my എന്നോ കാണാനാ. God's face. ആ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഇനി നീ ഫറവോന്റെ മുഖം കാണത്തില്ല. If you say you will ഇപ്പൊ not നിനക്ക് see നീ Pharaoh's face ഡോക്സ again. കണ്ട വ്യക്തിയാണെങ്കിൽ വേറെ ഒന്നിന്റെ മുഖം നീ കാണരുത്. ഡോക്സയുടെ മേൽ നിന്നുകൊണ്ട് നീ പറയണം, ഇനി നിന്റെ പിന്നാലെയല്ല നടക്കുന്നത്, എന്നെ നയിക്കുന്ന, ഞങ്ങളെ നയിക്കുന്നവന്റെ പിന്നാലെയാണ് ഞങ്ങൾ. If you have seen Doxa, you must boldly say, I am behind the one who will lead me. ഹല്ലേലൂയ. Hallelujah. ഇനി ഒരാടെ മുഖം കാണണം. നീ ദൈവമുഖം കണ്ട വ്യക്തിയാണെങ്കിൽ ഇന്നു മുതൽ ദൈവത്തിന്റെ മുഖം തന്നെ അന്വേഷിക്കുക. If you don't have to see anyone else's face, if Then you've you seen will His move face, from glory to glory. Amen. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നീ യാത്ര ചെയ്യും. that's when you move from glory to glory. ഹല്ലേലൂയ. Hallelujah. ദൈവമുഖം അന്വേഷിച്ച് ഒരാളും ഇതുവരെ ക്ഷീണിച്ചു പോയിട്ടില്ല. Those who see God's face has never become tired. നിങ്ങൾ നോക്കിയേ 34 അധ്യായം, സങ്കീർത്തനം 34 അധ്യായത്തിന്റെ 5-ാം വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? Psalm 34:5. ഹല്ലേലൂയ. Hallelujah. ഇരിക്കുന്നത് കർത്താവിലേക്ക് നോക്കിയവർ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. Those who look to Him are radiant, their faces are never covered with. ഹല്ലേലൂയ. അവരുടെ Hallelujah. മുഖം ലജ്ജിക്കുന്നില്ല. Their faces are never ashamed. ആരുടെ മുഖം ലജ്ജിക്കാത്തത്? Whose കർത്താവിലേക്ക് face? നോക്കിയവർ. God's face. അതുകൊണ്ട് പാട്ടുകാരനൊക്കെ പറയുന്നത് മഹത്വവും ജ്ഞാനവും സ്തോത്രവും എല്ലാം അവന്റെ മേലായിരിക്കുന്നു. That is why power, glory and honor is all upon Him. ഹല്ലേലൂയ. Hallelujah. അവിടെ പറയുന്നത്, എന്റെ കർത്താവ്, ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിലവിളിക്കുമ്പോൾ നീ ചാഞ്ഞു ഇറങ്ങി വന്നതിനെ കേൾക്കുക. I call upon you from the ends of the earth. You
incline your ears to me. ഹല്ലേലൂയ. Hallelujah. പറഞ്ഞ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. Those who look to him are radiant and their faces are never covered with shame. അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ കർത്താവ് ഒരിക്കലും ഇടയാക്കത്തില്ല. God will never allow their faces to be ഹല്ലേലൂയ. covered with shame.